എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം മണ്ണിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം മണ്ണിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഉച്ച കഴിഞ്ഞുള്ള സെഷനാണ്. ഉറക്കം വരാനുള്ള സാധ്യതയുള്ള സമയത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ചോദ്യോത്തര വേളയായിട്ടൊക്കെ അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും എഴുതിട്ട് തന്നെ ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഇനിയിപ്പൊ അതിനൊക്കെ ചിലപ്പോ ഒരു മടിയോ ലജ്ജയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കടലാസ് കഷ്ണത്തിൽ എഴുതി ഇങ്ങോട്ട് മുമ്പോട്ട് പാസ് ചെയ്താലും അങ്ങനെയും ചോദിക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഹൃദയങ്ങളിലുള്ള എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് പ്രയോജനത്തിനാവുമല്ലോ. നമുക്കത് ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ഒക്കെ ഒരു സെഷനായിട്ടായിരിക്കാൻ നമുക്ക് താല്പര്യപ്പെടുന്നേ. ഒരു വാക്കുകൂടി നമുക്ക് പ്രാർത്ഥിക്കും. സ്നേഹം ഈശ്വരി അവിടുത്തെ വളരെ സയൻസിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇതോടുള്ള ആരോഗ്യത്തോടെ കഥാരിയും ഞങ്ങൾ കഥാരിയായിട്ട് സന്നിധിയിൽ ഒരുമിച്ച് കുടുംബമായിട്ട് കഥാരി ഞങ്ങളുടെ ആയിരിക്കുമ്പോൾ അവിടുന്നാണ് ഞങ്ങളുടെ ജ്ഞാനം, അവിടുന്നാണ് ഞങ്ങളുടെ ശക്തി. കഥാരി ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനായ ജീവിതത്തിന്റെ അരിവുകളിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കഥാരി നിത്യതയില്
അവിടുന്ന് കർത്താവെ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കും. അത് ഞങ്ങൾ വെളിപാടിയുടെ അധ്യായത്തിന്റെ അവസാനം 17-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ ആത്മാവിലെ കർത്താവെ അവിടുന്ന് ഇരുജീവന്റെ നിരോധനത്തിലേക്ക് കർത്താവെ ആത്മാവിന്റെ അധിക ആഴത്തിലുള്ള കർത്താവെ അനുഭവങ്ങളിലേക്ക് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് പ്രയോജനകരമാകുന്ന കർത്താവെ ഞങ്ങൾക്കത് കർത്താവെ അതാക്കി തരണം. പ്രാർത്ഥിക്കുന്നതിലേക്ക് കാര്യങ്ങളുടെ സ്നേഹം നിറയ്ക്കണം. വളരെ മുഖപ്രകാശത്തില് സന്തോഷത്തോടെ ധൈര്യത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ ഞങ്ങളുടെ സഹായിച്ചായിട്ട് പ്രാർത്ഥനയുടെ സ്തുതിക്കുന്നതെല്ലാം യേശുവിന്റെ മാത്രയുടെ നാട്ടിൽ തന്നെ. പ്രാരംഭമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങള് എന്തെങ്കിലും ഇരുന്നോ? അല്ലാതെ ചോദിക്കാനുള്ള ഒരു ഫ്രീഡമുണ്ട്. ആ അതെ അതെ ആ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലെല്ലാം മനസ്സിലായി. ആരെങ്കിലും തീരെ ആവശ്യതയിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനും ഉറക്കക്കുറവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. തലവേദന അതെ അതെ ഒരു അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യും? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം. വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യം. പലരും നേരിടുന്ന മനസ്സിന്റെ ആകുല ചിന്തകള് ഇപ്പോ എന്തെങ്കിലും ഒരു മരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തങ്ങളോ അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ കേട്ട് മനസ്സങ്ങ് വല്ലാതെ ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പ്രിയ സഹോദരി ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ട് ഉള്ള ഒരു ഉത്തരം പറയുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കർത്താവിലേക്ക് വരുവാനായിട്ടും കർത്താവിലേക്ക് എല്ലാ ഭാരങ്ങളും ഒക്കെ കൊടുക്കാനായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു പ്രൊഫഷണൽ സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയിലും കൂടെ ഞാൻ പറയുവാണെങ്കിൽ യുനോ ചിലർക്കാണെങ്കിൽ എസ്പെഷ്യലി ഉറക്കത്തിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മെഡിസിൻസ്, ഇപ്പം പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ സൈക്യാട്രി മെഡിസിൻസ്, മനസ്സിന്റെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ ഉറക്കത്തിനുള്ള ഗുളിക എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും, അത് അഡിക്ഷൻ ആയി പോകും, പിന്നെ അതില്ലാതെ അവർക്ക് പറ്റാതെ വരും, അങ്ങനെയൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ പലർക്കും ഉണ്ട്. എന്നാൽ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഗൈഡൻസിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റിയുടെ ഒരു വല്ലാതൊരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു പരിധി കവിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ മെഡിസിൻസ്, അഡിക്ഷൻ ഒന്നും ആവാത്ത രീതിയിലുള്ള ചെറിയ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുക്കുകയും മനസ്സൊന്ന് ശാന്തമാവാനും യുനോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയി എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് മേ ബി ഏതാനും ആഴ്ചകളും മാസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ പതുക്കെ അങ്ങ് ടേപ്പർ ചെയ്ത് ഒരു പക്ഷേ നിർത്താൻ പറ്റുന്ന തരത്തിലൊക്കെ ആയിരിക്കാം. പിന്നെ അതിൻ്റെ കൂടെ അവർക്ക് വേറെ ചില ഭയങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ടുള്ള ഒരു ചില ചിന്തകളോ അങ്ങനെയൊക്കെയുള്ള ഒരു ഉടമൂലമായിട്ടുള്ള ചില ഡെലൂഷൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഫോൾസ് ഫിക്സഡ് ബിലീഫ്സോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മളൊന്ന് ചോദിച്ചറിഞ്ഞൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ചെറിയ മെഡിസിൻസും കുറച്ച് സപ്ലിമെന്റ്സും ചിലപ്പം ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എന്തായാലും നമ്മൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നവർക്ക് ഞങ്ങൾ സാധാരണ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പം തൈറോയിഡിന്റെ പ്രോബ്ലംസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ D3 അങ്ങനെയൊക്കെയുള്ള പല നമ്മുടെ ശരീരത്തിൽ ആവശ്യം വേണ്ടതായിട്ടുള്ള ചില ഘടകങ്ങളുടെയൊക്കെ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഹീമോഗ്ലോബിൻ തന്നെയും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തൈറോയിഡിന്റെ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കാരണവും ഇതുപോലെ വൈറ്റമിൻ ലെവൽസിന്റെ വ്യതിയാനങ്ങൾ കാരണം ചില അതുപോലെയൊക്കെയുള്ള ചില മൂലകങ്ങളുടെ വ്യതിയാനങ്ങൾ കാരണമൊക്കെ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രമായിട്ടല്ല, പൊതുവായിട്ട് പറയുവാണെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തലക്കേറ്റിട്ടുള്ള ക്ഷതങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് വരാം. പലപ്പോഴും ഇതുപോലെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ചില ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ കാണാം എങ്കിൽ പോലും എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പം നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് അങ്ങ് മനുഷ്യരങ്ങ് പോയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ആ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നമ്മളങ്ങ് ബ്രൂഡ് ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ തന്നെ അങ്ങ് അഭിരമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങ് അടയിരിക്കുമ്പോൾ എന്താ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തലച്ചോറിൽ ചില രാസപദാർത്ഥങ്ങളിലൊക്കെ ചില വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഉറക്കം നഷ്ടപ്പെടുകയും അത് ചിലപ്പോൾ ശരീരത്തിന് ചിലപ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ടായിരിക്കും, ചിലപ്പോൾ ശരീരത്തിന് മൊത്തം വേദനയായിട്ടായിരിക്കും, ചിലപ്പോൾ തരിപ്പ്, വിരിപ്പ്, മരവിപ്പ്, ചിലപ്പം ഗ്യാസിന്റെ പ്രോബ്ലം, അത് ഈ മനസ്സിന്റെ പ്രയാസം കാരണം തന്നെ ഗ്യാസ് അങ്ങ് അധികരിച്ച് വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള പല ശാരീരിക ലക്ഷണങ്ങളായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് പ്രതിഫലിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളതിന് അത്യാവശ്യം കൗൺസിലിങ്ങും
നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് പോസിറ്റീവായിട്ടൊന്ന് റീഫ്രെയിം ചെയ്യാൻ സഹായിക്കത്തക്ക രീതിയിലുള്ള ചില കൗൺസിലിങ്ങുകൾ, ചില മെഡിസിൻസുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ദൈവമക്കൾ എന്ന നിലയിൽ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് അവരെ അനയിക്കുക എന്നുള്ളത്, ഈവൻ ഓഫ് കോഴ്സ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്ന് വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവമക്കളായിട്ടുള്ളവർക്കും ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ സാധാരണയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് പല കാരണങ്ങളുണ്ട്. നമ്മൾ എന്താ കർത്താവ് പറയുന്ന ആ ഒരു വാക്യമാണ് ഞാൻ പലപ്പോഴും എൻ്റെ കൺസൾട്ടേഷൻ റൂമിൻ്റെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ അത് വെച്ചിട്ടുണ്ട്. എന്താ മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ എന്താ അന്ന് ഞാൻ ഷെയർ ചെയ്ത പവർ പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ മക്കളെ? അത് ആ ആദ്യം ഉണ്ടോ? അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ? അതിനകത്ത് അതിനകത്ത് കുറച്ച് ഇങ്ങോട്ട് ഞാൻ അത് സ്ക്രോൾ ചെയ്ത് വരണം തോന്നുന്നു എനിക്ക്. പക്ഷെ ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത അവിടെ നമ്മുടെ ലാപ്ടോപ്പിന്റെ കണക്ടർ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അത് സാരമില്ല. പക്ഷെ എന്നാലും അവർക്ക് ഞാനത് അയച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അതിനകത്ത് ഞാനൊരു കോഗ്നിറ്റീവ് ട്രയാങ്കിളും പിന്നെ ഈ പറയുന്ന വചനവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് അത് ഓണായി വരാൻ ഒരു സമയം എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ ഭാരം എല്ലാം കർത്താവിനെ ഇട്ട് കൊടുക്കാനും കർത്താവിനെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് സമർപ്പിക്കുവാനും അവർ ദൈവാത്മാവിനാൽ കർത്താവിന്റെ സ്നേഹത്താലും സമാധാനത്തിലൊക്കെ നിറയപ്പെടാനായിട്ടൊക്കെ ഉത്സാഹിപ്പിക്കുകയും ദൈവദിനം വായിക്കാനും ധ്യാനിക്കാനും കൂട്ടായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്സാഹിപ്പിക്കാം. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ആ കാര്യങ്ങളിൽ താല്പര്യം കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടായിട്ട് പോലും അതെല്ലാം കഴിഞ്ഞിട്ടും കുറച്ച് ആകുല ചിന്തകളും വ്യാകുല ചിന്തകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉറക്കക്കുറവൊക്കെ ആയിട്ടൊക്കെ വളരെ ആത്മീയമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്ക് പോലും ഓഫ് കോഴ്സ് പല മനസ്സിന് പല ഭാരങ്ങളും പല പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ അത് സ്ക്രോൾ ചെയ്യാവോ താഴോട്ട്? താഴോട്ട് ഒന്നുകൂടെ 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 അതെ, ഇതൊരു ഓക്കെ, കോഗ്നിറ്റീവ് ട്രയാങ്കിൾ. ഇതിനകത്ത് ഒരു ചിന്തകള് വികാരങ്ങള് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലെ? ഒരു ട്രയാങ്കിൾ വരച്ചേക്കുന്ന ഒരു ത്രികോണം. ചിന്തകള്, വികാരങ്ങള്, സ്വഭാവം. ഈ കോഗ്നിറ്റീവ് ട്രയാങ്കിൾ അതിന്റെ ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ അത് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകള് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് പോകുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതിൽ തന്നെ നമ്മൾ അങ്ങനെ അടയിരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തലച്ചോറ് ചില രാസപദാർത്ഥങ്ങളൊക്കെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവ് ഇമോഷൻസിലേക്ക്, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ വല്ലാതെ അങ്ങ് വിഷമിച്ചിരിക്കുന്നവണൊക്കെ അല്ലെങ്കിൽ ഭയങ്കര വെപ്രാളം, ടെൻഷൻ, ഒരു ഒരു ആകുല ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കും. ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും രോഗം വരുമോ എന്നുള്ള ടെൻഷനായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ഈ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എക്സാമിനെ കുറിച്ചുള്ള ടെൻഷൻ, ചിലർക്ക് ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ടെൻഷൻ, ചിലർക്ക് സ്റ്റേജ് ഫിയർ. അത് നെഗറ്റീവ് ചിന്തകളാണ് അതിൻ്റെ ഈനോ അതിൻ്റെ പിന്നിലായിട്ടുള്ള ചില കാരണങ്ങൾ. വെച്ചാൽ നെഗറ്റീവായിട്ട് അത് ബാക്കിയുള്ളവരിനെ കുറിച്ച് എന്ത് പറയും, അവരെന്നെ കളിയാക്കൂ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പലപ്പോഴും ആകുല ചിന്തകളും അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം അങ്ങനെ ആ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് വികാരങ്ങളിലേക്കും പിന്നെ അത് നെഗറ്റീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ആരോട് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചില സ്വഭാവ രീതികളിലേക്ക് മാറുന്നു. അപ്പോൾ ആരോടും മിണ്ടാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. ഇപ്പം ഈ എന്താ പറയുക, മരിച്ച വീട്ടിൽ പോയാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പിന്നെ അങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ എല്ലാത്തിലും അങ്ങ് ദേഷ്യവും കോപവും അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ രീതികളിലേക്ക് വരുന്നു. അങ്ങ് അടഞ്ഞിരിക്കുന്ന, ആരോടും അങ്ങനെ അങ്ങ് സംസാരിക്കാതെ ഇടപഴകാതെ സോഷ്യലി വിത്ഡ്രോൺ ആയിട്ട് വളരെ സാമൂഹികമായിട്ട് അങ്ങ് ഉൾവലിഞ്ഞിരിക്കുന്ന ആ ഒരു ബിഹേവിയറിലോട്ട് അങ്ങനെ പല കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പൊ ആ നെഗറ്റീവ് ബിഹേവിയർ തന്നെ പിന്നെയും നെഗറ്റീവ് തോട്ട്സിനെ റീൻഫോഴ്സ് ചെയ്യുന്നു. പിന്നെയും അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ല, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം നന്നായിട്ടായിരിക്കുന്നല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും നെഗറ്റീവ് ചിന്തകൾ. അപ്പൊ ഇതൊരു വിഷ്യസ് സൈക്കിൾ മാതിരി ഈ തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ നെഗറ്റിവിറ്റിയിലോട്ട് പോകുമ്പോൾ അങ്ങ് വല്ലാതൊരു ഡിപ്രഷനോട്, ആങ്സൈറ്റിയോട്, ചിലർക്ക് സൈക്കോസിസ് എന്നുള്ള തലത്തിലേക്ക്. സൈക്കോസിസ് എന്നുള്ള തലം എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് ഉള്ളതായിട്ട് തോന്നുന്നു. എല്ലാവരും എനിക്കെതിരായിട്ട് എന്തോ ചെയ്യുവാണ്, എല്ലാവരും എനിക്കെതിരായിട്ട് എന്തോ പറയുവാണ്, ആരും എനിക്കെതിരായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സൈക്കോസിസ്. ചിലർക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു. ചിലർക്ക് അങ്ങ് വയസ്സ് എന്ന് കുറച്ച് അങ്ങ് അഡ്വാൻസ്ഡ് ആകുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലേക്ക് വരാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സൈക്കോസിസിന്റെ തലങ്ങളിലേക്ക് പോകുന്നു. അപ്പം അതിനനുസരിച്ചുള്ള ചില മെഡിസിൻസ് അവരുടെ ആ ഒരു തലത്തിനനുസരിച്ച് ചില മെഡിസിൻസും കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ചുകൂടെ ഞാൻ ആ മുമ്പേ പറഞ്ഞ ആ വചനം പറയാമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യാമനെ അടുത്ത ഒന്നുകൂടെ
ഒന്ന് താഴോട്ട് എനിക്ക് തോന്നുന്നു മുകളിലോട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. ഇത് അടുത്ത താഴോട്ട് ആ ഒരു വചനത്തിന് ഒന്നുകൂടെ ആ, ഒന്ന് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഇനിയിപ്പം ആ ഒരു ഞാൻ ഇതൊക്കെ പറയുന്ന ചില വീഡിയോസ് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ ഇത് തന്നെ. ഒന്നുകൂടെ ഒന്ന് ചെയ്തു ഒന്നുകൂടെ ഇത് അതെ ഇത് ഇപ്പം നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ആ വാക്യം തന്നെ. അതെ അതെ, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ആ ഒരു അവിടെ ഇത് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവില്ല. അപ്പൊ ഇവിടെ ഈ കുരിശിന്റെ ഒരു സൈഡില് ഒരു ചെറിയൊരു ചെറുപ്പക്കാരൻ പയ്യൻ ഭാരം ചുമന്നുകൊണ്ടിരിക്കുക. ഒരു ഇരുണ്ട വരണ്ട ഒരു ഡാർക്ക് എന്താ പറയുക, ഒരു ഡ്രൈ ഡാർക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങ് ഒരു ഭാരം ചുമന്നുകൊണ്ടിരിക്കുക. ആ ഭാരത്തെ അങ്ങ് കർത്താവിനെ മേൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി, ഒരു കൊച്ചു കുഞ്ഞിനെ പോലൊരു സ്വസ്ഥതയിലേക്ക് ഇഞ്ഞ് വരുന്നു. അപ്പൊ എന്റെ കൺസലേഷൻ റൂമിന്റെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ ഈ ഒരു വചനം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺസലേഷൻ റൂമിനുള്ളിലും ഇത് തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാത്മന മുഖാന്തരം സകലത്തിലും മതിയാകുന്നു എന്നുള്ള വാക്യവും കൂടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ദൈവവചനത്തിന്റെ ആലോചനകളും അവർ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തും. അതിൻ്റെ കൂടെ ചിലർക്ക് ചില മെഡിസിൻസും കാര്യങ്ങളും കൂടെ ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കും. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആർക്കെങ്കിലും എന്നെ ഓഫ് കോഴ്സ് ഇവിടെ അടുത്ത് നല്ല സൈക്കാട്രിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്യാം. എന്നെ ആർക്കെങ്കിലും കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് തന്നെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇത് വാട്സപ്പിൽ തന്നെ ഗൂഗിളിൽ തന്നെ അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിളിച്ചൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് കൺസൾട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാനൊക്കെ, വേറെ ആർക്കെങ്കിലും നമ്പർ കൊടുക്കണമോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്കൊന്ന് ബെനാസസ് സാറ് വിളിച്ചപ്പോഴും അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിച്ചൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ കേരളാപ്പള്ളി വരെ വരാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയോ അല്ല ഓൺലൈനായിട്ടുള്ള ഒരു ടൈം ഫിക്സ് ചെയ്ത് അങ്ങനെ ഗൂഗിൾ മീറ്റിൽ വീഡിയോ കൺസൾട്ടേഷൻ മാതിരി അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫർദറായിട്ടുള്ളൊരു ഗൈഡൻസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സമയവും എന്തെങ്കിലും പേഴ്സണലായിട്ട് ആർക്കെങ്കിലും വന്ന് കാര്യങ്ങൾ വന്ന് പറഞ്ഞെന്തെങ്കിലും ആലോചന ചോദിക്കണമെങ്കിലും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എടുക്കാം. വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? എന്റെ നമ്പർ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ പേജിൽ തന്നെ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു. 8838958232 എന്നുള്ളതേ നമ്പറുള്ളൂ. എൻ്റെ കയ്യിൽ കാർഡോ ഉണ്ട്. ആർക്കെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് കാർഡോ നമ്പറോ അങ്ങനെ വാങ്ങിക്കണമെങ്കിലും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഫിനാൻസർ സാറിനോടോ നമ്മുടെ ശശികുമാർ സാറിനോടോ ഒക്കെ ചോദിച്ചാൽ എൻ്റെ നമ്പറുണ്ട്. ഗൂഗിളിൽ തന്നെ നമ്പറുണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ ആ ലാസ്റ്റ് ലൈനിലെ നമ്പർ ഉണ്ട് 8838 എന്നുള്ള നമ്പർ. അത് പക്ഷെ നിങ്ങൾക്ക് അത്ര കാണാനൊക്കെ ഒന്നും അറിയത്തില്ല. അത് ഫിനാൻസർ സാറിനോട് ചോദിച്ചാൽ തന്നെ അറിയാം. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? അന്ന് ബ്രേക്കിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു സാർ ഒരു കാര്യം പറഞ്ഞ് റോമർ 12:18 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എന്നിടയ്ക്ക് അതെ 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 റോമർ, അതായത് രണ്ട് സിമിലർ ആയിട്ടുള്ള രണ്ട് വാക്യങ്ങളാണ് നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞത്. റോമർ 12:18 എബ്രായർ 12:14 രണ്ട് സമാധാനം ആചരിക്കുന്നതിനെ കുറിച്ചും സമാധാനമായിരിക്കുന്നതിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം സമാധാനം നമുക്ക് ആദ്യം റോമർ 12:18 നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്ഷമിക്കുന്നതിനെ കുറിച്ചും ക്ഷമയോദിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മള് മറ്റുള്ള ഇപ്പം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ഒരു അയൽവാസി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൊളീഗ്, ഒരാളോട് അവർക്ക് നമ്മളോട് എന്തോ ഒരു പ്രയാസം തോന്നി നമ്മൾ അങ്ങോട്ട് തന്നെ ഒന്ന് ക്ഷമയൊക്കെ ചോദിച്ച് നിരപ്പ് പ്രാപിക്കാൻ നോക്കുന്നു. പക്ഷേ അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതാ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാ നമ്മൾ എഴുതിയത് കഴിയുമെങ്കിൽ സോ ഫാർ as it depends on you. അതാ ദൈവവചനത്തില് നമ്മള് സമാധാനം, ബീയിങ് അറ്റ് പീസ്, സമാധാനമായിരിപ്പിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ സമാധാനമായിരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും സമാധാനമായിരിക്കുന്നതിനാ സമാധാനമായിരിക്കും. ബീയിങ് അറ്റ് പീസ്, അതിന് രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു സഹകരണം വേണം. അപ്പൊ അതുകൊണ്ട് മറ്റേ ആള് ഇങ്ങോട്ട് ക്ഷമിക്കുന്നില്ല, ഒരു മുഖം തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ആയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ സമാധാനം ആചരിക്കാൻ പറ്റും. അത് നമുക്ക് അതിലേക്ക് വരാം. അത് എബ്രായർ 12 പറയുന്ന വാക്യമാണ്. ഇവിടെ നമുക്ക് ബീയിങ് അറ്റ് പീസ്, കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ തണുവെടുത്ത് ക്ഷമയോദിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ. അത് നിങ്ങളാലാവോളം സകല മനുഷ്യരോടും, ഇനിയിപ്പോൾ എത്ര ക്രൂരനായാലും
എത്ര ഈ അൺറീസണബിൾ, ഒരു യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ കൊണ്ടാകുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ലാതെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് പ്രയാസമൊന്നുമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മുടെ സമാധാനമായിരിക്കാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ക്ഷമിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കുവിൻ എന്ന എബ്രായർ 12:14 നമ്മൾ വായിക്കുമ്പം പെർസ്യൂ പീസ് വിത്ത് ഓൾ മെൻ, അവിടെ സമാധാനം ആയിരിക്കാൻ പറയുമല്ല, സമാധാനം ആചരിക്കാൻ അല്ലെങ്കിൽ സമാധാനത്തെ പിന്തുടരുക. അവിടെ ആ ഒരു ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്, പെർസ്യൂ എന്നുള്ളതിന്റെ ഡിയാക്കോ ഡിയാക്കോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ആ ഡിയാക്കോ എന്നുള്ള വാക്കിന്റെ ആ ഒരു ഗ്രീക്കിലുള്ള ആക്ഷരികമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ റൺ സ്വിഫ്റ്റ്ലി ഇൻ ഓർഡർ ടു ക്യാച്ച് സംതിങ് എന്ന് വെച്ചാൽ നമുക്കിപ്പം പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഒരു ബസ് വിടാൻ പോകുമ്പോൾ അവസാനത്തെ ബസ് നമ്മൾ ഓടിക്കയറാം. അങ്ങനെ ആരും പ്രൈവറ്റ് ചെയ്യരുത്, പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക, അവസാനത്തെ ബസ് നമ്മൾ വിടാതെ അങ്ങ് പിന്തുടർന്ന് എന്നങ്ങ് ക്യാച്ച് ചെയ്യുന്നത് പോലെ അതാ ഡിയാക്കോ എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പെർസ്യൂ, മലയാളത്തിലെ ആചരിപ്പിൻ എന്ന് പറയുമ്പോൾ പിന്തുടരും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. എല്ലാവരോടും സമാധാനം ആചരിച്ച് സ്തുതികരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ എന്നാണ് അവിടെ എബ്രായർ 12:14 നമ്മൾ വായിക്കുന്നത്. അപ്പം സമാധാനം ആചരിക്കുക അല്ലെങ്കിൽ സമാധാനത്തെ പിന്തുടരുക. അപ്പൊ സമാധാനത്തെ പിന്തുടരുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരോടും നമ്മൾ സമാധാനം പെർസ്യൂ ചെയ്യുന്നു, പക്ഷെ സമാധാനം ആയിരിക്കുക എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ കോപ്പറേഷനും വേണം. അപ്പൊ അതുകൊണ്ട് സമാധാനം ബീങ് അറ്റ് പീസ് എന്ന് പറയുമ്പോൾ അവിടെ കഴിയുമെങ്കിൽ ആവോളം നമ്മളാൽ ആവോളം എന്നുള്ളൊരു കാര്യം അവിടെ റോമർ 12:18 പറഞ്ഞിരുന്നു. ഇവിടെ ആചരിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ആചരിക്കുന്നു, നമ്മൾ പിന്തുടരുന്നു, മറ്റേയാൾ പിന്തുടരുന്നില്ല എന്നുള്ള കാര്യം നമ്മളുടെ കൺട്രോളിലല്ലല്ലോ. ആ ഒരു രണ്ട് വാക്യങ്ങളുടെ ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും? മൈക്ക് അങ്ങോട്ട് പറഞ്ഞവനെ മോനെ, ആ അങ്കിള് ചോദിച്ചിട്ട് മതിയോ, അടുത്ത ചോദ്യം മതിയോ? കേക്ക് നമ്മൾ എന്ത് തീരുമാനിക്കണം അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം, അതെ അതെ, പിന്നെ നമ്മളെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന പല പ്രയാസങ്ങളും. കഴിഞ്ഞ പോലെ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു. അപ്പൊ ആ പ്രായത്തിൽ കാണുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വിഷമം വരുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആവശ്യമുണ്ടോ, അതായത് പലരും നമ്മൾ ബിസിനസ് പണി ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കുറെ പ്രതിസന്ധികൾ നമുക്ക് വരുന്നു, അതിന്റെ പ്രശ്നങ്ങള്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഇരുന്നിട്ട് മാക്സിമം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോ പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമുക്കിത് വേണോ, അല്ലെങ്കിൽ ഇത് വിട്ട് കളയാം, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ വരുമ്പോ അത് വിട്ട് കളയാന്നുള്ള ചിന്ത വരുന്നു. ആദ്യം അങ്ങനെ ചിന്തിക്കും, പിന്നെ നമ്മൾ 10-15 കൊല്ലം നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചതല്ലേ, ഒറ്റയടിക്ക് അത് വിട്ട് കളയണോ, അത് എന്താണെന്നുള്ള എന്ത് വിട്ടുകളെന്ന് സാറേ? നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് തടസ്സം വരികയാണ്. കാര്യം അതൊരു അനുഗ്രഹമാണോ അതോ അല്ലെങ്കിൽ അതൊരു ദോഷമാണോ എന്നൊരു ഡിസിഷൻ എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മത്സ്യബന്ധനങ്ങളിൽ പോയി, അപ്പൊ അവരോട് 2 വാക്ക് നമ്മളെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഫൈനലായിട്ട് വരുമ്പോ എന്തൊരു ഡിസിഷൻ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും. തീർച്ചയായിട്ടും സാർ, താങ്ക്സ് ഫോർ ആസ്കിങ്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള സാറിന്റെ ജീവിതത്തിന്റെ പച്ചയായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് സാറ് ചോദിച്ചൊരു കാര്യമാണ്. സാറിന്റെ മകനാണോ അങ്ങനെ നഷ്ടപ്പെടാനിടയായ? എന്തോ എത്ര 9ാമത്തെ വയസ്സിൽ? അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല അതുപോലെയൊക്കെയുള്ള ഒരു ഹൃദയഭേദകമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങള്, അത് ദൈവം എന്തുകൊണ്ടത് അനുവദിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഉത്തരം നമ്മുടെ ഇക്കരയിൽ നമുക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ദൈവം എന്താ അങ്ങനെയൊക്കെ അനുവദിച്ചു, ഇത്ര സ്നേഹവാനായ ദൈവം എന്ന ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും അനുവദിക്കത്തില്ല. കർത്താവിന്റെ കൃപ നമുക്ക് മതി, അതെല്ലാം കർത്താവിന്റെ വാഗ്ദത്തങ്ങളായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെയുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്നൊരു ആശ്വാസമുണ്ട്. കർത്താവ് ഇപ്പോഴും മതിയായവനാണ്, അവിടുന്ന് എല്ലാം സ്നേഹത്തോടെ കരുതും, അവിടുന്ന് എല്ലാത്തിലും ആത്യന്തികമായിട്ടുള്ള ഒരു നന്മ എന്നെ കൂടുതൽ കർത്താവിനോട് അടുപ്പിക്കാൻ വേണ്ടിയാണ്, എന്നെ കൂടുതൽ ഒരു ആഴത്തിലുള്ള ഒരു വിശദീകരണത്തിലേക്കും ക്രൂശിന് അനുഭവത്തിലൂടെയൊക്കെ എന്നെ കടത്തിവിടാൻ വേണ്ടിയാണ് കർത്താവ് അനുവദിച്ചതെന്നുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങനെ കർത്താവിനോട്, അങ്ങനെയൊക്കെയുള്ള വേദനയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിനോട് അടുക്കുമ്പോൾ കർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം അത് വലിയൊരു
യുണീക്ക് അസറ്റാണ്. അത് വലിയൊരു അനന്യമായ വലിയൊരു നിധിയാണ്. എന്ന് വെച്ചാൽ അത് ഒത്തിരി പേർക്ക് കിട്ടാത്തവരായിട്ടുള്ള ഒരു അസറ്റാണ്. അത് നമുക്ക് അനേകം, സാർ പറഞ്ഞതുപോലെ തന്നെ വേറെ ഇതുപോലെയുള്ള പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമ്മൾ അങ്ങനെയുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഐ ഹാവ് ബീൻ ക്രഷ്ഡ് സോ ദാറ്റ് ഐ ക്യാൻ കംഫോർട്ട് യു എന്ന് പറഞ്ഞാൽ, നമ്മൾ മുന്തിരിച്ചാറ് ഉണ്ടാവണമെങ്കിൽ മുന്തിരി ക്രഷ് ചെയ്താലേ മുന്തിരിച്ചാറ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പം ബ്രെഡായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അപ്പോ ബ്രെഡോ ആവണമെങ്കിൽ ആ ഗോതമ്പ് അല്ലെങ്കിൽ അരി അത് ക്രഷ്ഡ് ആയാലേ അതൊരു ഈറ്റബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് ഭുജിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യമായിട്ട് ആയിത്തീരുന്നു ഉള്ളത് പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ ചില ക്രഷിങ് ബ്രേക്കിംഗ് അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ ആ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന ആ ഒരു ആശ്വാസം ബാക്കി പലർക്കും ഒരാശ്വാസമായിട്ട് പിന്നീട് ഒരു നാളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മൾ ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെ? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആശ്വാസത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം അവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നേ? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ഞങ്ങളെ ചില കഷ്ടങ്ങളിലൂടെ കർത്താവ് കടത്തി വിടുന്നു. ആ സമയത്ത് കർത്താവ് തരുന്നൊരു ആശ്വാസവും സമാധാനവും ഉണ്ട്. അപ്പോൾ ആ സമാധാനമാണ് പിന്നെ ബാക്കി. ആ സമാധാനം, ആ ആശ്വാസം കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെയും അങ്ങനെ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ശക്തനാകുന്നെന്നുള്ളൊരു കാര്യമാണ് അവിടെ വായിക്കുന്നത്. ആശ്വസിപ്പിക്കുക എന്നുള്ളൊരു വാക്ക് അവിടെ ആ ഗ്രീക്കിൽ പാരാക്ലിസിസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കംഫർട്ട്, പാരാക്ലിസിസ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് അവിടെ യോഹന്നാൻ 14 മുതൽ പറയുമ്പം മറ്റൊരു സഹായകൻ വരുന്നു, മറ്റൊരു ആശ്വാസപ്രദൻ വരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പരാക്ലിറ്റാസ് എന്ന് പറയുന്ന ആ വാക്ക് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാരാകേലിയോ, ഈ ഒരു ആശ്വാസത്തിന്റെ കാര്യം പറയുമ്പം പാരാകേലിയോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. കേലിയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക. പാര എന്ന് വെച്ചാൽ പാര വെക്കുന്നതല്ല, എന്ന് വെച്ചാൽ അടുത്ത്. പാരാമെഡിക്കൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പാര. അപ്പൊ അടുത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്നതിനെ കുറിക്കുന്ന ഒരു വാക്കാണ് പാരാകേലിയോ. അപ്പൊ പരാക്ലിറ്റാസ് പരിശുദ്ധാത്മാവിന്റെ വാക്ക്, മറ്റൊരു സഹായകനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്ന ആ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ആശ്വാസപ്രദം, നമ്മളെ അടുത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്. ആ പരാക്കേലിയോ, അതിൽ നിന്ന് വരുന്ന ആ പരാക്ലിസിസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുക, കംഫർട്ട് എന്ന് നമ്മൾ അവിടെ ആ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ 10 തവണ അവിടെ 10 തവണ ഞാൻ വെറുതെ പറയുകയില്ല, ഞാൻ എണ്ണി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10 തവണ 3 മുതൽ 7-ാമത്തെ വാക്യം വരെ നോക്കുവാണെങ്കിൽ ആ കംഫർട്ട് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ പരാക്ലിസിസ് എന്നുള്ള ആ വാക്ക് 10 തവണ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 3-ാമത്തെ വാക്യത്തിലുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ, 5-ൽ, 6-ൽ, 7-ൽ, അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 10 തവണ അവിടെ ഒരു ആശ്വാസം. അപ്പം ആ ഒരു പൂർണ്ണ ആശ്വാസം, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആശ്വാസവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തതയും ക്ലാരിറ്റി ഒക്കെ വരും. എന്നാൽ കുറച്ച് സമയം, ഓഫ് കോഴ്സ്, കുറച്ചൊരു സമയം, ആ ഒരു ബ്രേക്കിംഗ് പീരീഡ്, നമ്മൾ അതിലൂടെ ആ ഒരു വേദനകളിലൊക്കെ കടന്നു പോകുന്ന ആ സമയം, അതൊരു ബ്രേക്കിംഗ് പീരീഡ്, അല്ലെങ്കിൽ അതൊരു നമ്മളെ ഒരു നുറുങ്ങുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ആ നുറുക്കത്തിനോടൊപ്പം തന്നെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ഒരു ആശ്വാസവും ലഭിക്കും. അപ്പൊ ആ ആശ്വാസവും ക്ലാരിറ്റി ഒക്കെ വരുമ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മളുടെ എന്തെങ്കിലും ഒരു മനസ്സ് വല്ലാതെ ക്ഷീണിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എടുത്തിയാടി ഒരു തീരുമാനം എടുക്കുന്നത്, ഇപ്പം ബിസിനസ്സിന്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളാവട്ടെ, നമ്മൾ അങ്ങനെ മനസ്സ് വല്ലാതെ ഒരു പ്രയാസത്തില് വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എടുത്തിയാടി തീരുമാനം എടുക്കുന്ന പലപ്പോഴും അത് അബദ്ധമായി പോകും. നമ്മൾ ആ സദൃശവാക്യം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവൻ ഏവനും പിഴച്ചു പോകുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 19-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിന്റെ അവസാനം, അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ, പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. അതെ, തത്രപ്പെട്ട്, അതായത് ഹി ഹു ഹറീസ് ഹിസ് ഫുഡ് സ്റ്റെപ്സ്. നമ്മൾ പെട്ടെന്നുള്ള ആ ഒരു മനസ്സിന്റെ ഒരു വിഹുലതയിൽ, മനസ്സിന്റെ ഒരു നൊമ്പരത്തിൽ പെട്ടെന്ന് തത്രപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത്
പിഴച്ചു പോകുന്നു. അപ്പം നമ്മൾ സമാധാനത്തോടെ ദൈവത്തിനൊരു സമാധാനത്തിനായിട്ട് ഗൈഡൻസിനായിട്ട് കാത്തിരിക്കുക. നമ്മൾ ദൈവത്തിന്റെ ഗൈഡൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, റോമർ 8:6 വാക്യം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. റോമർ 8 വാക്യത്തില് അവിടെ കോൺട്രാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ജഡത്തിന്റെ ചിന്ത മരണമാണ്. അത് ജഡം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടം. റോമർ 8 വാക്യം, ജഡത്തിന്റെ ചിന്ത നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അത് ആത്മീയമായിട്ടുള്ള മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ചിന്തയോ അല്ലെങ്കിൽ ആത്മാവിനാൽ കൺട്രോൾഡ് ആകപ്പെടുന്ന മനസ്സോ എന്ന് ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ, അത് മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്, മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഇസ് ഡെത്ത് ബട്ട് ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്. അത് ആ ചിന്ത എന്ന സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രോണിമ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അവിടെ ചിന്തയെന്നോ മനസ്സെന്നോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. വാട്ട് വൺ ഹാസ് ഇൻ മൈൻഡ്, ദ തോട്ട്സ് ആൻഡ് പർപ്പസസ് എന്നുള്ളൊരു ആ ഒരു ഫ്രോണിമ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മാവിന്റെ ചിന്തയോ അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനസ്സ് അതെങ്ങനെ ആയിരിക്കും? നമ്മളുടെ മനസ്സ് ആത്മാവിനാൽ നയിക്കപ്പെടാം, ജഡത്താൽ നയിക്കപ്പെടാം. ജഡത്താൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ജഡം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെന്തോ വലിയ ഇത് പാപകരമായിട്ടുള്ള കാര്യമൊന്നായിരിക്കും പെട്ടെന്ന് ചിന്തിക്കുന്നത്. ജഡം എന്നുള്ള വാക്ക് ബേസിക്കലി നമ്മൾ ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ ജഡം എന്നുള്ള വാക്ക് മനുഷ്യ ശരീരത്തെ കുറിക്കുന്നതായിട്ടുള്ള അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആത്മാവിന്റെ അഭിലാഷം, ആത്മാവിന്റെ ഇച്ഛയ്ക്ക് എതിരായിട്ട് ജഡത്തിന്റെ ഇച്ഛ എന്നുള്ള കാര്യമൊക്കെ ഗലാത്യർ 5:17 നമ്മൾ വായിക്കുമ്പോൾ സ്വന്തം ഇഷ്ടത്തെ കുറിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ ജഡം എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത്. ആ ജഡത്തിന്റെ ചിന്ത നമ്മൾക്ക് നമ്മളുടേതായ ഒരു സ്വയത്തിൽ പെട്ടെന്ന് ഒരു തത്രപ്പെട്ട് നമ്മൾ കാല് വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു അത് മരണത്തിലേക്ക്, ആത്മീയമായിട്ടുള്ള മരണത്തിലേക്ക്, ഒരു ശുഷ്കിച്ച അവസ്ഥയിലേക്ക് ചിലപ്പോൾ അങ്ങനെ അങ്ങ് വീണു പോകാവുന്ന ആത്മാവിന്റെ ചിന്ത, പരിശുദ്ധാത്മാവിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിനെ ഗൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ജീവനുണ്ട്, സമാധാനമുണ്ട്, ദൈവത്തിന്റെ ഒരു പീസ്. ചില കാര്യം ഇപ്പം നമുക്ക് 2-3 ഡയറക്ഷൻസ്, 2-3 ചോയ്സസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അത് കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ ഒന്നും എനിക്ക് വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു സമാധാനം. ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഒരു അത്ര ഒരു ഇന്ന വിറ്റ്നസ്, ഒരു അകമയുള്ളൊരു ദൈവത്തിന്റെ ഒരു സാക്ഷ്യമില്ല. ഒരു അസ്വസ്ഥത പോലെ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് അത്ര അങ്ങ് അനുഭവപ്പെടുന്നില്ല. എന്നാൽ വേറൊരു ഡയറക്ഷൻ, വേറൊരു ചോയ്സ്, അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് തന്നെ ആത്മാവിൻ്റെ ഒരു സജീവത തോന്നുന്നു, കുറച്ചുകൂടി ഒരു ജീവന്റെ ഒരു സ്പർശം. അപ്പം അത് അങ്ങനെ ആത്മാവിൻ്റെ ഒരു ലീഡിങ്, പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്, ആ ഒരു ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാൻ തക്കണമൊക്കെ അങ്ങനെ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ആ ഒരു തീരുമാനം എടുക്കുന്ന കാര്യം പറയുമ്പോൾ ഈ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. സദൃശ്യവാക്യം 3:5-6 വാക്യങ്ങൾ നമുക്ക് പലർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് അല്ലേ. നമ്മളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ എല്ലാം കർത്താവിന് സമർപ്പിക്കാനാ. അതെ സ്വന്തം വിവേകമരുത്. അതെ എല്ലാ വഴികളിലും അവനെ നിനക്ക് കൊടുക്കാം, നിന്റെ പാതകളെ നേരെയാക്കും. അതെ അവിടെ അത് അത് മതി. അപ്പൊ ആ 3-ാം അധ്യായത്തിന്റെ സദൃശവാക്യം 3:5-6 വാക്യങ്ങൾ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. അപ്പം അവിടെ എൻ്റെ 6-ാമത്തെ വാക്യത്തിലെ പ്രോമിസ്, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹി വിൽ മേക്ക് യുവർ പാത്ത് സ്ട്രെയിറ്റ്. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവിന്റെ വഴിയേ ആകും. പക്ഷെ എങ്ങനെ ആയിരിക്കണം? കർത്താവിൽ നമ്മൾ പൂർണ്ണഹൃദയത്തോടെ അങ്ങ് ആശ്രയിക്കണം. അതാ പൂർണ്ണഹൃദയത്തോടെ കർത്താവിൽ യഹോവയിൽ ആശ്രയിക്കുക. നമ്മുടെ സ്വന്തം വിവേകം നമുക്ക് ഉപയോഗിക്കാം. സ്വന്തം വിവേകം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയൊക്കെ. പക്ഷെ അതിൽ ഊന്നരുത്, അതിൽ ചാരരുത്, അതങ്ങ് ഡിപ്പെൻഡ് ചെയ്യരുത്, അതിൽ ആശ്രയിക്കരുത്. അത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ തക്ക വേണ്ടി നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കണം. എന്നാൽ അങ്ങനെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ കർത്താവിൽ സമ്പൂർണ്ണമായിട്ട് ചാരുമ്പോൾ നിന്റെ വഴികളെല്ലാം എല്ലാ വഴികളിലും കർത്താവിന് തന്നെ 1-ാം സ്ഥാനം കൊടുക്കുക. അതാ അക്നോളജ് ഹിം. അതെ, അക്നോളജ് ഹിം ഇൻ ഓൾ യുവർ വേസ്. അത് എല്ലാ വഴികളിലും. ചില വഴികൾ മാത്രം ദൈവത്തിന് ഇഷ്ടം വേണം, ചില വഴികളിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകണമെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ ഗൈഡൻസ് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ വഴികളിലും കർത്താവേ, എല്ലാ വഴികളിലും എല്ലാ മേഖലയിലും എനിക്ക് അവിടുത്തെ ഹിതം മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു നമുക്കൊരു സമർപ്പണം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പല പല പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും അവിടെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആ ഒരു നമ്മള് വഴി ഇതാകുന്നു എന്നൊരു സ്വരം പുറകിൽ നിന്ന് കേൾക്കുമെന്ന് നമ്മൾ യെശയ്യാവ് 30-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 30-ാം അധ്യായത്തിൽ അത് അങ്ങനെ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുമെന്ന പഴയ നിയമത്തിൽ പറയുന്നത്. ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ട്.
നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ആ ഒരു കർത്താവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് പതുക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതാ whenever you turn to the right or to the left, അതാ 21-ാമത്തെ വാക്യം. അതായത് യെശയ്യാവ് 30-ാം അധ്യായത്തിന്റെ 21, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും എന്നുള്ളൊരു കർത്താവിന്റെ പ്രോമിസ്. പിന്നെ ഓഫ് കോഴ്സ് ഗോഡ്ലി കൗൺസിൽ, നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല, അപ്പം നമുക്ക് ആ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ജ്ഞാനമുള്ള സഹോദരങ്ങളോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഓഫ് കോഴ്സ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ ആ ഒരു ഫീൽഡിലുള്ള ബാക്കിയുള്ള എക്സ്പേർട്സിനോടും കാര്യങ്ങളോടൊക്കെ അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കാം. അത് കേട്ട് കർത്താവെ അവിടുന്ന് എന്താണോ എന്നെക്കുറിച്ച് തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളിലൊക്കെ എന്നെ ഗൈഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങനെ മൂവ് ഓൺ ചെയ്യാനൊക്കെ തത്രപ്പെട്ട് കാല് വെച്ച് പഠിച്ചു പോകാതെ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മറ്റ് ദൈവഭക്തരായ മനുഷ്യരുടെ ആലോചനയൊക്കെ കേട്ട് ആ ഫീൽഡിലുള്ള എക്സ്പേർട്സിൻ്റെയൊക്കെ ആലോചനകളും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ when there is multitude of counsel there is victory, മന്ത്രിമാരുടെ ബഹുത്വ നിമിത്തം വിജയം ഉണ്ടാകുന്നു എന്നൊരു വാക്യമുണ്ട് അല്ലേ? സദൃശ്യവാക്യം 24-ന്റെ 6-ാമത്തെ വാക്യമാണ്. സദൃശ്യവാക്യം 24-ന്റെ 6 എന്താ പറയുക, മന്ത്രിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാബിനറ്റ് മന്ത്രിമാരല്ല, കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ ആലോചന കൊടുക്കുന്നവര്. അതായത് മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. ഇൻ ദ എവിഡൻസ് ഓഫ് കൗൺസിലേഴ്സ് ദർ ഇസ് വിക്ടറി. അപ്പം ചില കാര്യത്തിൽ നമുക്കൊരു വലിയ ജ്ഞാനമില്ല, പക്ഷെ ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഗ്രാഹ്യമുള്ള ബാക്കിയുള്ള പല സഹോദരങ്ങളോട് നമ്മളെ കാര്യങ്ങൾ ആലോചന ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ട് നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തു പോകണമെന്നല്ല, എന്നാൽ കർത്താവിനെ നമ്മൾ ആശ്രയിക്കുന്നു. കർത്താവ് ഗൈഡ് ചെയ്യുന്നതുപോലെ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടില്ല കർത്താവിന് മുമ്പായി കൊണ്ടുവന്ന് കർത്താവ് നമുക്ക് ആത്മാവും ജീവനും ഒക്കെ തരുന്ന ആ ഒരു ഏത് ദിശയിലോട്ട് നടത്തുന്നു എന്നുള്ള ഒരു കാര്യം സെൻസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളാവുമ്പോൾ ദൈവം കാര്യങ്ങളെ കുറിച്ചുകൂടെ ഒരു വ്യക്തത കൊണ്ടുവരും എന്നാണ് എൻ്റെ ഉത്തരം. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കർത്താവ് കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആ ആശ്വാസം മറ്റനേകർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ചാലകമായിട്ടായി തീരും. അപ്പൊ നന്മക്കേട്ടാക്കി തീർക്കും, കർത്താവ് ബലപ്പെടുത്തും. മോൻ എന്താ ചോദിക്കാൻ വരുമായിരുന്നല്ലേ? ചോദിച്ചോ. മോന് മൈക്ക് വേണോ? സാത്താനെ ഫ്യൂച്ചർ കാണാനോ? സാത്താന് ഫ്യൂച്ചർ അറിയാൻ പറ്റുമെന്നോ? ഇല്ല, സാത്താന് ഫ്യൂച്ചർ അറിയാൻ പറ്റത്തില്ല. സാത്താൻ ആർക്കൊക്കെ ഫ്യൂച്ചർ ആർക്ക് മാത്രമേ ഫ്യൂച്ചർ അറിയാവുന്ന വെച്ചാൽ ദൈവത്തിന് മാത്രമേ ഭാവി അറിയാവത്തുള്ളൂ. സാത്താൻ ഒരു ക്രിയേറ്റഡ് ബീയിങ് അല്ലേ, സൃഷ്ടിക്കപ്പെട്ടവന. സൃഷ്ടിക്കപ്പെട്ട ഒരു മാലാഖയ അവൻ വീണ് ലൂസിഫർ എന്ന് അറിയപ്പെടുന്ന ഒരു സാത്താനായിട്ട് ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ളത്. അവന് സ്രഷ്ടാവല്ല, അവൻ സൃഷ്ടി ആയതുകൊണ്ട് അവന് ഫ്യൂച്ചർ അറിയത്തില്ല. പക്ഷെ ചില ലക്ഷണങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ അവൻ ഭാവിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഗസ് വർക്കൊക്കെ നടത്തും. അത് മാത്രമല്ല, ഇപ്പം എന്തിനാ പറഞ്ഞേ, ഇപ്പം ചില ആൾക്കാര് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ, ചില കാര്യങ്ങള് ചില മനുഷ്യര് ചില കാര്യങ്ങൾ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നു. അത് സാത്താനും ഭൂതാത്മാക്കൾക്കൊക്കെ അറിയാം, ഇവരത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് നാളെ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം സ്രഷ്ടാവെന്നുള്ള നിലയിലല്ല അവൻ അറിയുന്നേ. അവന് പക്ഷെ ബാക്കിയുള്ളവരുടെ പുറമേ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും ഒക്കെ പറ്റുന്നത് കൊണ്ട് എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ അവൻ അറിയാമെന്നുള്ളതല്ലാതെ ഒരു സർവജ്ഞത്വം അവനില്ല. ദൈവത്തിന്റെ സാത്താന്റെ ദൈവത്തിന് യോബ് ജയിക്കും. സാത്താന്റെ യോബിനെ യോബ് മിടുക്കൻ, നല്ല ചോദ്യം. യോബ് ടെസ്റ്റഡ് ആയിട്ട് അവൻ കുറച്ചുകൂടെ ദൈവത്തോട് നുറുക്കത്തോട് അടുത്ത് വരാൻ വേണ്ടിയാണ്. യോബ് വളരെ നിർദോഷനായിരുന്നു, വളരെ നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, എത്രയും നല്ല ദൈവഭക്തനായിരുന്നു. എന്നാൽ അവനൊരു സ്വയപ്രശംസ ഉണ്ടായിരുന്നു. അവന് ഒത്തിരി വലിയ ഒത്തിരി നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സ്വയത്തിൽ തന്നെ കുറച്ചൊരു പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സ്വയപ്രശംസ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒക്കെ ഒന്ന് മാറി അവൻ കുറച്ചുകൂടെ ഒന്ന് താഴ്മയോടെ ദൈവം എല്ലാം ആണെന്നുള്ള ആ ഒരു നുറുക്കത്തിലേക്ക് വന്ന് ദൈവത്തിന് മാത്രമേ എല്ലാ മഹത്വവും ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു നുറുക്കത്തിലൂടെ, ആ തകർച്ചയിലൂടെ വന്ന് അവൻ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുന്ന ഒരു ആഴത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് വരാൻ വേണ്ടിയാ സാത്താനെ ദൈവം ഉപയോഗിച്ചത്. അവനെ ഒന്ന് റിഫൈൻ ചെയ്ത് പാറ്റിയെടുക്കാനായിട്ട്. സാത്താൻ പാറ്റിയെടുക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചപ്പം പത്രോസിനെ പാറ്റിയെടുക്കാൻ
അനുവാദം കൊടുത്തെന്ന് യേശു പറയുന്നുണ്ടല്ലോ ലൂക്കോസ് 22:30 മുതലുള്ള വാക്യങ്ങളിൽ. അപ്പൊ അതുപോലെ ഒന്ന് പാറ്റിയെടുക്കാൻ വേണ്ടി ദൈവം യോബിനെ പാറ്റിയെടുക്കാനായിട്ട് അനുവദിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ചിന്തിച്ച് നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ പറഞ്ഞോട്ടെ സിസ്റ്റർ. ഡിപ്രഷൻ, അതുപോലെ ആൻസൈറ്റി, സ്ട്രെസ്, ഇംബാലൻസസ് അതെ. ആരും ആയിക്കോട്ടെ, ഉം. പക്ഷെ അവർക്ക് ശരിക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഉപദേശത്തിൽ വിശുദ്ധീകരണം, അല്ലെങ്കിൽ മാനസാന്തരം, സമാധാനം ആചരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് സ്വയമായിട്ട് അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനിൽ ദൈവം വചനപ്രകാരം ദൈവം ഒരുങ്ങൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവം വിപ്ലവത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്പെടാനോ അത് കാരണമായി തീരുന്നത്. അതെ സിസ്റ്റർ, അതായത് ഡിപ്രഷനും ആങ്സൈറ്റി അങ്ങനെയുള്ള പല, അതായത് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷാദ രോഗത്തിന്റെ അവസ്ഥ, ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ആകുല ചിന്തകൾ, ഉത്കണ്ഠ രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ ദൈവം ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് പോലെ അവരെ ജഡ്ജ് ചെയ്യുന്നില്ല. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുമെന്നാണ് ലൂക്കോസ് 12:48 പറയുന്നത്. ലൂക്കോസ് 12:48 എങ്ങനെയാണ് ഉപയോഗിച്ചാൽ 12x4 48. അപ്പൊ ഈ ലൂക്കോസ് 12:48 പറഞ്ഞാൽ കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും, കുറച്ച് കിട്ടിയവനോട് കുറച്ച് ചോദിക്കും. അപ്പൊ ചിലർക്ക് ചില ഇപ്പം തന്നെ ഇപ്പം ബുദ്ധിയിലുള്ള ചില കുറവുകളും ബുദ്ധിമാന്യം ഉള്ളവരോട് ദൈവം ആ നിലയിലാണല്ലോ ദൈവം അവരോട് ബുദ്ധിമാന്യമുള്ളവർക്ക് അവർക്ക് അറിഞ്ഞുകൊണ്ട് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിമാന്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ആ ഒരു നിലയിലാണ് ദൈവം അവരോട് ഇടപെടുന്നത്. എന്ന് വെച്ചാല് ക്രിസ്തുവിന്റെ നീതി അവർക്കായിട്ട് കണക്കിടുന്നു എന്ന് പറയുന്നത് പോലെ. പിന്നെ ഇതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ചില ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളിൽ ചില അപര്യാപ്തതകളുണ്ട്. അപ്പം മനുഷ്യൻ നോക്കിക്കാണുന്നത് പോലെയല്ല ദൈവം നോക്കിക്കാണുന്നത്. ദൈവം നമ്മളെ ഹൃദയങ്ങളെ നോക്കുന്നു, മനുഷ്യൻ മുഖത്തെ നോക്കുന്നു. നമ്മള് 1 ശമൂവേൽ 16:7 അത് വായിക്കുന്നത്. ശമൂവേൽ പറയുന്നൊരു കാര്യം, ഗോഡ് ലുക്സ് മാൻ ലുക്സ് അറ്റ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ്, ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നത്. വെരി ഗുഡ്. യഹോവ ശമൂവേലിന്റെ അവസാനം എന്താ, ഞാൻ മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. 1 ശമൂവേൽ 16:7. അപ്പൊ അവരുടെ ആ മനസ്സിന്റെ അവസ്ഥയും അവരുടെ ആ മനസ്സിന്റെ വിഹുലതകളും ആ നിസ്സഹായതയും കാര്യങ്ങളും എല്ലാം ദൈവം അറിയുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ ചിലപ്പം വിധിച്ച് തള്ളിക്കളയായിരിക്കും, അവരങ്ങനെ ഇവരിങ്ങനെ. പക്ഷേ പല ഹോർമോണൽ ചേഞ്ചസും പല തരത്തിലുള്ള ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം അതിൻ്റെതായ ചില കൺസെഷനും ഗ്രേസ് മാർക്കും ഒക്കെ തീർച്ചയായിട്ടും ന്യായാസനത്തിന്റെ നാളിലും ഇന്നുമൊക്കെ കൊടുക്കും. തീർച്ചയായിട്ടും മനുഷ്യർ ചിലപ്പോൾ അത് അറിവില്ലായ്മയിൽ അത് അവരെ വിധിച്ച് തള്ളുമായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടാവുന്നതിലേക്ക് വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്നതിൽ നമ്മൾ അമാന്തിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ എടുത്ത് ഏറ്റവും ആ ഒരു റിക്കവറിലോട്ട് എത്രയും വേഗം വരിക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം പലരും എൻ്റെ അടുക്കെ, ഞാനൊരു ഇങ്ങനെ വിശ്വാസിയായിട്ടുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് ചോദിക്കും, ഡോക്ടറെ പ്രാർത്ഥിച്ച ഞാൻ മരുന്ന് ചില വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങള് ഈ കൗൺസിലിങ്ങിനും ട്രീറ്റ്മെന്റൊക്കെ വരുമ്പോൾ പറയും, ഡോക്ടർ എനിക്ക് മരുന്ന് എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല, ഡോക്ടർ എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് മാറ്റി തന്നത്. ഞാൻ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് മാറുവാണെങ്കിൽ മാറട്ടെ, നല്ല കാര്യം. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെന്നിരിക്കട്ടെ, പ്രാർത്ഥിച്ചാൽ പോരെ ഡോക്ടർ, എന്തിനാ മരുന്ന് ഇതത്തിന് എഴുതുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിന് ആക്കാൻ ഒക്കും. പക്ഷേ കർത്താവ് സൗഖ്യമാക്കുന്നില്ലെന്നിരിക്കട്ടെ, നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നു, നമ്മള് ദൈവമുഖം അന്വേഷിക്കുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടും ചില കാര്യങ്ങളിൽ ഒരു ഉത്തരം ദൈവത്തിൽ നിന്ന് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട്, അടുത്ത ലോജിക്കൽ സ്റ്റെപ്പായിട്ട് എന്താ എടുക്കണ്ടേ? അപ്പം ചിലപ്പോൾ ദൈവം തന്നെ നിർമ്മിച്ചിട്ടുള്ള ചില മൂലക പദാർത്ഥങ്ങളിൽ നിന്നാണ് ഈ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആരോടെ പറയുമായിരുന്നത് ഈ ഇത് പറയുമ്പോൾ ഞാൻ പറയും, ഇത് സാത്താൻ സൃഷ്ടിച്ച കോമ്പൗണ്ടും മോളിക്കൂളൊന്നും അല്ല ഞങ്ങൾ മരുന്നായിട്ട് തരുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഒരു വിശ്വാസി കുടുംബം ഇപ്പൊ മരുന്ന് കഴിക്കുന്നതിനുള്ള ചില പ്രയാസം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഈ നമ്മൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ തരുന്നത് സാത്താൻ സൃഷ്ടിച്ച ഒന്നുമല്ല, മറിച്ച് ദൈവം സൃഷ്ടിച്ച പല മൂലകങ്ങളും പദാർത്ഥങ്ങളും ഒക്കെയാണ് നമ്മളൊരു ക്യാപ്സ്യൂളായിട്ടും ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ ആക്കി തരുന്നത്. അപ്പൊ അതുകൊണ്ട്
അങ്ങനെ ഇനിയിപ്പം ഈ മരുന്ന് കഴിക്കുന്നത് പാപമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാപി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആയിരിക്കണമല്ലോ എന്ന് ഉള്ള കാര്യം ഞാൻ പറയുമായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ സിസ്റ്റർ ചോദിച്ച ആ ചോദ്യം അതല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് പറയുകയാണ് വെച്ചാൽ വിശ്വാസികൾക്ക് പലപ്പോഴും മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ പല ഒരു വിമുഖതയുള്ളത്. അപ്പൊ അത് കാരണം പലപ്പോഴും ഒത്തിരി പേര് ഒത്തിരി അങ്ങ് സഫർ ചെയ്യുകയും, അയ്യോ മരുന്ന് കഴിച്ചാൽ അത് അവിശ്വാസമാകുമോ, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മരുന്ന് കഴിക്കുന്നതെന്ന് പറയുമോ, അങ്ങനെ മരുന്ന് കഴിക്കുന്നവരെ നമ്മളൊരു അവജ്ഞയോടെ നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള പ്രവണത. പക്ഷെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതുപോലെയൊക്കെയുള്ള മനസ്സിന് ഒരു ചെറിയ പ്രയാസങ്ങളോ ചെറിയൊരു ഭയമോ പേടിയോ ഉറക്കക്കുറവോ ടെൻഷനോ ഒക്കെ വരാം. നമ്മളെല്ലാം മനുഷ്യരല്ലേ, എപ്പോഴാണ് ആർക്കാ എന്താ പ്രയാസങ്ങൾ വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരെങ്കിലും നമുക്കറിയാമെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും എൻകറേജ് ചെയ്യുകയും, നിങ്ങൾ വിശ്വസിച്ചാൽ മതി മരുന്ന് കഴിക്കേണ്ട. ഇപ്പം ചിലർ യുനോ ഈ പല ആൾക്കാർ പല രീതിയിൽ ഗൈഡ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പം ചിലർ ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് ഞാനങ്ങ് അപ്പോഴത്തേക്കും വിശ്വസിച്ചങ്ങ് മരുന്ന് നിർത്തിയ ഡോക്ടറെ, മരുന്ന് നിർത്തിയതിന് ശേഷം പിന്നെ എല്ലാം റിലാക്സ് ആയിട്ട് 10 മടങ്ങ് പ്രയാസമായിട്ടായിരിക്കും പിന്നീട് വരുന്നത്. അപ്പൊ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞ് അങ്ങനെ മരുന്ന് നിർത്തരുത്. അത് ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്ര അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലർ നിങ്ങളോട് അങ്ങനെ ഉപദേശിച്ച് തന്നിട്ടുള്ള. അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് പ്രയാസം വരുന്നിടം വരെ അവരെല്ലാവരെയും ഉപദേശിക്കും, മരുന്ന് കഴിക്കരുത്, മരുന്ന് കഴിക്കരുത്, മരുന്ന് കഴിക്കരുത്. ഈ പറയുന്ന ആൾക്കാർക്ക് പ്രയാസമാവുന്ന സമയത്ത് അവർ തന്നെ ഓടി വന്ന് കൺസൾട്ട് ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളരുതെന്നുള്ള കാര്യമൊക്കെ പലപ്പോഴും നമ്മൾ ഉപദേശിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കർത്താവ് തന്നെയാണ് പറഞ്ഞത് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്യമാണ്. പിന്നെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, 1 തിമോത്തിയോസ് 5:23. എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത് വെച്ചാൽ ഒത്തിരി പേരോട് ആ വാക്യം കൂട്ടുകാറുണ്ട്. 1 തിമോത്തിയോസ് 5:23 അല്പം വീഞ്ഞ് സേവിക്കാൻ പറയുന്നത് അന്ന് മരുന്നായിട്ട് ഉദരരോഗ ഫ്രീക്വന്റ് സ്റ്റൊമക്ക് എയിൽമെന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ കുറച്ച് മരുന്ന് സേവിക്കാൻ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. പൗലോസ് ആണെങ്കിൽ എത്ര വലിയ വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്ത മനുഷ്യനാണ്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച മനുഷ്യനാണ് പൗലോസ്. എന്നാൽ പൗലോസ് തന്നെ പ്രിയ അനുഗാമിയായിട്ടുള്ള തിമോത്തിയോസിന് ഉദരരോഗം വളരെ ഫ്രീക്വന്റ് ആയിട്ട് വളരെ കൂടെ അടിക്കടി വന്നപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് ഒരുപാട് തവണ കൈവച്ച് പ്രാർത്ഥിച്ചു കാണും. എന്നാൽ അത് മാറിയില്ല. പൗലോസിന് തന്നെ ജഡത്തിൽ ശൂലം ഉണ്ടായിരുന്ന കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പൊ അത് മാറിയില്ല. അപ്പൊ അതുകൊണ്ട് അല്പം മരുന്ന് സേവിച്ചുകൊള്ളാൻ പൗലോസ് അവിടെ 1 തിമോത്തിയോസ് 5:23 പറയുന്നുണ്ട്. പൗലോസിനും ജഡത്തിലെ ശൂലം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഗലാത്യർ 4-ാം അധ്യായമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപക്ഷെ അത് കണ്ണിന്റെ എന്തെങ്കിലും രോഗമായിരിക്കാം എന്നാണ് പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത്. വെച്ചാൽ 2 Corinthians 12 ജഡത്തിലെ ശൂലം എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യർ 4-ാം അധ്യായത്തില് അവിടെ നിങ്ങളുടെ കണ്ണ് പോലും എനിക്ക് പറിച്ചെടുത്ത് തരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കണ്ണിന്റെ എന്തെങ്കിലും രോഗമായിരുന്നിരിക്കാം. ബാക്കിയുള്ളവർക്ക് ഒരു അവജ്ഞ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഈ പസ് അതിൽ ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും വലിയ അൾസർ അന്നത്തെ ആന്റിബയോട്ടിക് ഒന്നും ഇല്ലാത്ത യുഗമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നിരിക്കാം. അപ്പം രോഗം തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യമാക്കും. കർത്താവ് മതിയാവില്ല, എന്നായാലും കർത്താവ് സൗഖ്യമാക്കും. പക്ഷേ സൗഖ്യമാക്കുന്നില്ല, നമ്മളുടെ പ്രാർത്ഥനയിൽ പ്രകൃത്യാതീതമായിട്ട് കർത്താവ് സൗഖ്യമാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില പ്രൊഫഷണൽ ആയിട്ടുള്ള ചില കൗൺസിലിങ്ങോ മെഡിസിൻസോ ഒക്കെ എടുക്കേണ്ട അവസ്ഥയിൽ ഇത് എടുക്കുന്നതുകൊണ്ട് യാതൊരു വിശ്വാസക്കുറവില്ലെന്ന് മാത്രമല്ല, അതാണ് തീർച്ചയായിട്ടും കരണീയമായി ചെയ്യേണ്ടതായിട്ടുള്ള യുക്തിസഹമായ കാര്യം. അല്ലെങ്കിൽ ദൈവനാമം അപമാനിക്കപ്പെടാൻ ഇടയാവും. പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, ചിലർ ഇങ്ങനെ മരുന്ന് കഴിക്കാതെ വല്ലാതെ പ്രയാസത്തിലൊക്കെ ആയി പിന്നീട് കാലത്തിന് മുമ്പേ അവര് മരണപ്പെടുന്നതും, അല്ലെങ്കിൽ ആത്മഹത്യയിലോട്ട് ചിലർ ഈ ഡിപ്രഷനൊക്കെ വെച്ചുകൊണ്ടിരുന്ന മരുന്നും കഴിക്കാതെ ആത്മഹത്യയോ ചിലർ ഈ സംശയരോഗങ്ങളൊക്കെ കാരണം. സംശയരോഗം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യ സംശയം, ഇല്ലാത്ത കാര്യങ്ങൾ ജീവിത പങ്കാളി അകാരണമായിട്ട് സംശയിക്കുന്ന ആ ഒരു സംശയരോഗമൊക്കെ കാരണം പിന്നെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന പല കൊലപാതകങ്ങളും ഒക്കെ അതാണ് കാരണം എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ പലതും ഈ ഒരു സംശയരോഗം കാരണം ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുന്നു, ഭർത്താവ് ഭാര്യ വിഷം കൊടുത്ത് കൊല്ലുന്നു, ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ പലതൊക്കെ ഈ ഒരു പല സംശയരോഗം കാരണമോ പലതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചില ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ശരിയായി. ഇപ്പം ചിലപ്പോൾ ഈ സംശയരോഗമായിട്ട് വരുന്ന ഭാര്യാഭർത്തൃ ദമ്പതികൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് എല്ലാം ഫ്രീ ആയതിനു ശേഷം ഇപ്പൊ സംശയമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ ഇരുന്ന് ചിരിക്കുക. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സംശയമൊക്കെ വെറുതെ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാവുന്ന തരത്തിലേക്ക് അവർക്ക് വരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള മെഡിസിൻസ് ഒക്കെ ദൈവം തന്നെയാണ് മനുഷ്യർക്കും ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ ജ്ഞാനമൊക്കെ കൊടുത്ത് അതുപോലെയുള്ള ചില മരുന്നുകളൊക്കെ കണ്ടുപിടിക്കപ്പെടാൻ കർത്താവ് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ
എന്നല്ലേ പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് എനിക്ക് കരുനാഗപ്പള്ളി വരെ പോകണം. അപ്പൊ ഞാൻ പറയാണ്, ആ ദൈവമേ, ഫിലിപ്പോസിനെ ആത്മാവിൽ എടുത്തോണ്ട് പോയതുപോലെ എന്നെ അങ്ങ് കരുനാഗപ്പള്ളിയിലോട്ട് എടുത്തോണ്ട് പോണേന്ന് പറഞ്ഞാൽ ഫിലിപ്പോസിനെ അന്ന് ദൈവം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അങ്ങനെ കർത്താവ് ചെയ്യുമെന്ന് നമുക്ക് പറയാനൊക്കെ. അപ്പൊ ഇവിടെ വേണാട് എക്സ്പ്രസ് വരുമ്പോൾ ഞാൻ അതിൽ കയറി പോയാൽ കരുനാഗപ്പള്ളിയിൽ എത്തത്തുള്ളൂ. അല്ലാതെ ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതുപോലെ തന്നെ എന്നെ ആത്മാവിൽ എടുത്തോണ്ട് പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ, അടുത്ത ട്രെയിന് കാത്തിരിക്കുക എന്ന് പറയുന്നവരെ ദൈവം പ്രകൃത്യാതീതമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ മതിയായവനാണ്. പക്ഷെ അത് എന്നാ ദൈവം നമ്മളെ കുറിച്ച് ഇപ്പൊ ദേവാലയത്തിന്റെ താഴോട്ട് ഇറങ്ങാൻ പടികളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പിശാച് പറയും, ദേവാലയത്തിന്റെ അടുത്ത് നീ എടുത്ത് ചാടിക്കോ, ദൂതന്മാര് കാത്തുകൊള്ളും, വചനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ദേവാലയത്തിന് താഴോട്ട് ഇറങ്ങാൻ പടിയുള്ളപ്പോൾ ഇതിനെ കർത്താവ് എടുത്ത് ചാടുന്നേ. അതാ കർത്താവ് ദൈവത്തിന് ഇതിനെ പരീക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മള് മരുന്ന് കഴിക്കാതെയും അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണലുള്ള കാര്യങ്ങൾ, അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ അതിനോട് വിമുഖത കാണിച്ച് ഒരു ഇല്ലാത്ത വിശ്വാസം, ഒരു പ്രസംഷൻ മാതിരി പ്രസംച്വസ് ആയിട്ടൊക്കെ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്നതിന്റെ ഒരു ഇതായിട്ട് മാറുകയും, അത് പലപ്പോഴും ജാതികളുടെ ഇടയിൽ ഇവര് വലിയ വിശ്വാസികളെന്നൊക്കെ പറഞ്ഞ് അവര് അത് കളിയാക്കിച്ചിരിക്കുന്ന തരത്തിലേക്ക്, ദൈവനാമം ദൂഷിക്കപ്പെടുന്ന തരത്തിലോട്ടൊക്കെ ആയിത്തീരുവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കും. മൈക്ക് വരുന്നുണ്ട്. അതെ സർ. അതൊരു മരുന്ന് കഴിച്ച് അത് വലിയ ആ മരുന്നിനാണ് ഷുഗർ കൂടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഷുഗർ ഇഞ്ചക്ഷൻ രണ്ടു നേരം ഇഞ്ചക്ഷൻ ഉണ്ട്. എനിക്ക് ആരാർക്ക് വരുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാറില്ല. മരുന്ന് ഏത് പ്രാർത്ഥനയുണ്ടോ അത് മരുന്നിൽ തന്നെ ആശ്രയിക്കണോ? എല്ലാരും പറയണ മരുന്നിനെ ആശ്രയിക്കണം. അപ്പൊ എനിക്ക് കിട്ടുന്ന പാട്ട് രോഗിക്ക് വൈദ്യനായി സർവശക്തനായിരിക്കും അതാണ് കിട്ടുന്നത്, എപ്പോഴും കിട്ടുന്നു. എന്താണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ രണ്ടാമത്തെ ചോദ്യം. അതെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മതിയോ അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം അല്ലെങ്കിൽ രണ്ടും കൂടെ പറഞ്ഞു. രണ്ടോടും പറയാം. അല്ല, ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം, അതായത് മരുന്നിൽ ആശ്രയിക്കരുത്, മരുന്ന് ഉപയോഗിച്ചോണം. കർത്താവിനെ ആശ്രയിക്കാവുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് പറയുമ്പോൾ സ്വന്തം വിവേകം ഉപയോഗിക്കരുതെന്നല്ല കർത്താവിന്റെ ദൈവത്തിന്റെ വചനം വളരെ ആക്യുറേറ്റ് ആണ്. നമ്മളിപ്പോ ആ സദൃശവാക്യം 3:5 നമ്മളിപ്പോ വായിച്ചില്ലേ, സദൃശവാക്യം 3:5, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ഡോണ്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്വന്തം വിവേകം, ഇപ്പൊ നമുക്കിപ്പം ബൈബിള് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് വായിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇപ്പൊ നമ്മൾ പഠിക്കാന് ബാക്കി ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം ഓരോ കാര്യത്തിൽ നമ്മൾ സ്വന്തം വിവേകവും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ അതിനെയല്ല ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ സ്വന്തം വിവേകം എന്ന് വെച്ചാൽ നമ്മുടെ കോമൺ സെൻസ്, നമുക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് അവിടെ വരെ പോകുന്നു. അപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കഴിവോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ നിത്യ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ നമ്മുടെ ബുദ്ധി കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അതിലെല്ലാം ആശ്രയിക്കുന്നത്, അതെല്ലാം നമുക്ക് ജീവനും കാര്യങ്ങളും എല്ലാം തരുന്ന കർത്താവിനെ നമ്മൾ ആശ്രയം. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മരുന്നിൽ നമ്മൾ ആശ്രയിക്കേണ്ട. ഇന്ന് മരുന്ന് ശാസ്ത്രീയമായിട്ട് അത് പ്രൊഫഷണൽ ഡോക്ടർമാര് വേണ്ടുന്നതാണെന്ന് പറയുവാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും. പിന്നെ അതിന് സാറ് തന്നെ പറഞ്ഞല്ലേ, ഇപ്പൊ സ്ട്രോക്ക് വന്നതിന് ശേഷം മരുന്ന് ഉപയോഗിക്കും. അല്ല, പക്ഷെ അതിന്റെ വേറൊരു പറഞ്ഞാല്, എനിക്കറിയാവുന്ന ഒരു പ്രായം ചെന്നൊരു ആന്റി, അപ്പോ അവര് ഇതുപോലെ വിശ്വാസിയാ, പക്ഷെ BP ഒന്നും മരുന്ന് കഴിക്കത്തില്ലായിരുന്നു, ഭയങ്കര വിശ്വാസം. പക്ഷെ ഇതുപോലെ BP ഒക്കെ കൂടി സ്ട്രോക്ക് വന്നതിന് ശേഷം പിന്നെ ഇപ്പം മരുന്നും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, പക്ഷെ BP കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം മരുന്ന് കറക്റ്റായിട്ട് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്ട്രോക്ക് വരത്തില്ലായിരുന്നു. ആ ഒരു കാര്യമേ. അപ്പം ആ മരുന്ന് ഉപയോഗിക്കാതെ പോയതുകൊണ്ട് സ്ട്രോക്ക് വന്നത്. പിന്നെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഷുഗർ വന്നു എന്ന് ചോദിച്ചാൽ, ചില മരുന്ന് നമ്മൾ സൂപ്പർവിഷൻ ഇല്ലാതൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പം അങ്ങനെയൊക്കെയുള്ള ചില സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും അതുകൊണ്ട് ഏത് മരുന്നുകളൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽസ് നോക്കിയാലേ അതുകൊണ്ടാണ് ഷുഗർ വന്നേ, അതോ പ്രായമായപ്പോൾ പാരമ്പര്യ ഘടകങ്ങളും പിന്നെ ജീവിതശൈലി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഷുഗർ വന്നതാണെന്നുള്ള കാര്യം നമുക്ക് തീർത്ത് പറയാനൊക്കെ ഉള്ളൂ. അപ്പം മരുന്ന് ഉപയോഗിച്ചുകൊണ്ട്, ശരിയാണ്, മരുന്നിന് അതിൻ്റെ ചില പാർശ്വഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള, നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഡോക്ടേഴ്സിന്റെ ഉപദേശപ്രകാരം നമ്മൾ സൂപ്പർവിഷനിൽ വിശ്വാസത്തോടെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് ഉപയോഗിക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. എന്നാൽ അതിലല്ല നമ്മുടെ ആശ്രയം. നമ്മളിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്?
പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിച്ചാലും ദഹിക്കത്തില്ലേ? പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവിനുള്ള കർത്താവിൽ എൻ്റെ വിശ്വാസം. പക്ഷെ ഈ ഭക്ഷണം ഞാൻ അത് ഉപയോഗിക്കുന്നു. ഈ ഭക്ഷണമല്ല എനിക്ക് ആരോഗ്യം തരുന്ന കർത്താവാണ്, പക്ഷെ അതിനായിട്ടൊരു ഉപകരണമായിട്ട് ഈ ഭക്ഷണത്തെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ മരുന്നും ഒരു തരത്തിൽ പറഞ്ഞ ഒരു മരുന്നും ഔഷധം എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഭക്ഷണമാണ്. ചിലപ്പോൾ നമ്മളിപ്പം ഒരു വൈറ്റമിൻ സിയുടെ ഒരു ഗുളിക നമ്മൾ വാങ്ങിക്കഴിക്കുന്നു. വൈറ്റമിൻ സി ബാക്കി ഇങ്ങനെ പല ഫ്രൂട്ട്സ് അതുപോലെയുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നു. അപ്പം അതിന് പകരം നമ്മൾ ഒരു ഗുളികയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മരുന്നും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു അളവിൽ അത് ഉപയോഗിക്കുമ്പോൾ അതൊരു ഔഷധമായിട്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് ഉപയുക്തമായിട്ടായിത്തീരുന്നു. നമ്മളതിനെ ആശ്രയിക്കാതെ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും രോഗിക്ക് വൈദ്യം കർത്താവ് തന്നെയാണ്. പക്ഷെ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കർത്താവ് തന്നെ പറയുമ്പോൾ കർത്താവ് പോലും ആ ഒരു ഉദാഹരണമായിട്ടത് പറയുമ്പോൾ തന്നെ വൈദ്യൻ വേണ്ട എന്നുള്ളൊരു കാര്യമല്ലേ കർത്താവ് പറയുന്നത്. വൈദ്യൻ വേണ്ടെടുത്ത് വൈദ്യൻ്റെ ഒരു ഇപ്പം ലൂക്കോസിന്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു ലൂക്കോസ് എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പം പൗലോസിന്റെ യാത്രകളിൽ പൗലോസിന്റെ പ്രവൃത്തിയാതീതമായിട്ടുള്ള വരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, രോഗസൗഖ്യത്തിന്റെ വരവൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ലൂക്കോസ് ഒരു ഡോക്ടറായിട്ട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പല പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലും പൗലോസിന് അതൊരു ഹെൽപ്പായിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ട് ദൈവവചനം ഒരിക്കലും മരുന്ന് ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ എല്ലാത്തിനും ഇത് ഒരു ലക്കാനും ഇല്ലാതെ എല്ലാത്തിനും പോയി എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങി കഴിക്കുന്ന കാര്യമല്ല. ഒരു എക്സ്പേർട്ടായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന നല്ല ഡോക്ടേഴ്സിന്റെ ഗൈഡൻസിൽ നമ്മൾ പ്രോപ്പറായിട്ട് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഉപയുക്തമാവത്തേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. കാരണം രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മൾക്കൊരു പ്രത്യേക അനുഭവം, ഒരു എനർജി. ആ എനർജി മറ്റുള്ളവരിലെ ഇടപെട്ടാൽ ഈ സാധാരണ ആൾക്കാരുടെ നമ്മളിൽ നിന്ന് നമ്മളത് പാപത്തിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധയിലൂടെ ഇപ്പൊ നമ്മളുടെ ചിന്തകളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഒക്കെ നമ്മളുടെ ഒരു അശ്രദ്ധ, നമ്മളുടെ ഒരു പാപം, അങ്ങനെയൊക്കെയുള്ള കെയർലെസ്നെസ്സിലൂടെ ഇത് ലീക്കി വെസൽസ് ആവത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ ഓട്ടക്കലം എന്ന് പറഞ്ഞതുപോലെ അത് നമുക്ക് പരിശുദ്ധാത്മ ശക്തി ലീക്ക് ചെയ്ത് പോയത് എപ്പോഴാണ്? ചിലപ്പോൾ നമ്മളുടെ തന്നെ ചിന്തകളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ നമുക്ക് ദൈവമുമ്പാകെ ഒരു നല്ല മനസ്സാക്ഷി ഇല്ലാതെ നമ്മളായിരിക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച ആ ഒരു അഭിഷേകം, ആ ഒരു ശക്തി അങ്ങ് ചോർന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ദൈവമുമ്പാകെ ഒരു പൂജ്യമായിട്ട് സീറോമായിട്ട് താഴ്മയിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ചോർന്നു പോകേണ്ട കാര്യമില്ല. അത് മറിച്ച് അത് വർദ്ധിച്ചു വരേണ്ട, തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കണമെന്ന 2 Corinthians 3:18 നമ്മൾ വായിക്കുന്നു. പക്ഷെ നമ്മളത് ദൈവോന്മുഖമായിട്ട് ആയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകവും ശക്തിയൊക്കെ വർദ്ധിച്ചു വരുത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിയാതെ, നമ്മളെല്ലാവരും ജഡത്തിലുള്ള മനുഷ്യരാണ്. അപ്പം അറിയാതെ നമ്മൾ ജഡത്തിലേക്ക്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരിയുമ്പോഴാണ് പലപ്പോഴും ഇത് ചോർന്നു പോകാനോ അതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു പോകാനോ ഒക്കെ ഒരു സാധ്യത. പിന്നെ അതിൻ്റെ ഒരു വേറൊരു വശം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു വികാരത്തിന്റെ തലത്തിലുള്ള ഒരു ഉണർവ് മാത്രം നമ്മൾ പരിശുദ്ധാത്മ ശക്തിയായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയിട്ടും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു വികാരത്തിന്റെ തലത്തിലുള്ള ഒരു ഉണർവ് അതുപോലെ എപ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന ആത്മാവിന്റെ ശക്തി നമ്മുടെ ആത്മാവിലുള്ളതാ. അപ്പൊ അത് നമുക്ക് എങ്ങനെ തോന്നുന്നില്ല എന്നുള്ളതിനെ ആശ്രയിച്ചല്ല, മറിച്ച് ദൈവമുമ്പാകെ നമ്മളൊരു നല്ല മനസ്സാക്ഷിയോടെ താഴ്മയോടെ ആയിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളത്തിൽ അത് നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ മനസ്സാക്ഷിയിൽ എന്തെങ്കിലും ഏറ്റുപറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ കുറവുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ ഏറ്റുപറഞ്ഞ് നല്ല മനസ്സാക്ഷിയോടെ മുമ്പാകെ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശക്തിയിൽ തന്നെ തുടരാനായിട്ടും വർദ്ധിക്കാനായിട്ടും ഒക്കെ സാധിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചിലർക്ക് എഴുന്നേറ്റ് ചോദിക്കാനൊക്കെ മടിയായിരിക്കും. അങ്ങനെ മടിയൊന്നും വരികണ്ട, നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പം അതൊക്കെ ചോദിച്ച് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം. അങ്ങനൊന്നും വിചാരിക്കണ്ട. നമ്മളെ എന്തായാലും ഇത് സാത്താനെ അറിയാനൊക്കെ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നുവെച്ചാൽ നമ്മളത് 1 Corinthians 2:11 ആ വാക്യം വായിക്കുന്നത്. ദൈവത്തിനും നമുക്ക് നമ്മളുടെ മനസ്സിലെ ചിന്തകൾ അറിയാനൊക്കത്തുള്ളൂ. നമ്മൾ 1 Corinthians 2:11 ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ,
1 കൊരിന്ത്യർ 2:11 മനുഷ്യനിലുള്ളത് അവനില് മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പം നമ്മളുടെ മനുഷ്യാത്മാവിനെ അറിയാം, പിന്നെ എല്ലാത്തെയും സൃഷ്ടിച്ച ദൈവത്തിനും അറിയാം. ഇപ്പം നമ്മളിലുള്ള ചിന്തകൾ നമുക്ക് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ, ദൈവത്തിന് ഓഫ് കോഴ്സ് അറിയാം. പക്ഷെ സാത്താൻ ഒരു സൃഷ്ടി ആയതുകൊണ്ട് മോനും ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവനും ഭാവി അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവന് നമ്മുടെ ചിന്തകൾ വായിച്ചെടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മളുടെ മുഖഭാവം വെച്ചോ നമ്മളുടെ ആക്ഷൻസോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ വെച്ച് അവന് ഊഹിച്ചെടുക്കാനൊക്കെ എന്താ ഇവനിപ്പം വിഷമിച്ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആകുലപ്പെട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കയ്പായിട്ടിരിക്കുമായിരിക്കും എന്നൊക്കെ അവന് നമ്മുടെ വാക്കുകളിൽ നിന്നും നമ്മുടെ മുഖഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ചെയ്തികളിൽ നിന്നൊക്കെ ഊഹിച്ചെടുക്കാം എന്നുള്ളതല്ലാതെ നമ്മുടെ മനസ്സ് നേരിട്ടറിയാൻ സാത്താനൊരു സൃഷ്ടി ആയതുകൊണ്ട് അവന് പറ്റത്തില്ല, സാത്താനും ഭൂതാത്മാക്കൾക്ക് പറ്റത്തില്ല എന്ന നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നിസ്തർക്കമായിട്ട് മനസ്സിലാക്കുന്നത്. ആ ആ ആ നമ്മുടെ ജഡത്തിൽ നിന്ന് വന്നതെന്ന് പറയും. ചില ലോകം ജഡം പിശാച് എന്നുള്ളതാണല്ലോ നമ്മൾ പറയാറുള്ളത്. നമ്മൾ എഫേസ്യർ 2-ാം അധ്യായത്തിലാണ് ഒരു തൃത്വം മാതിരി വായിക്കുന്നത്. ലോകം ജഡം പിശാച്. പിശാചാണ് ഈ സർവ്വലോകത്തിന്റെ അധിപനായിട്ട്. സർവ്വലോകവും പിശാചിന് അധീനതയല്ലേ, ദുഷ്ടന്റെ അധീനതയിലല്ലേ എന്ന് നമ്മൾ 1 യോഹന്നാൻ 5:19 വായിക്കുന്നുണ്ട്. അപ്പം പിശാചാണ് ഈ ലോക വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് ആ 1 യോഹന്നാൻ 2:16 എന്താ പറയുന്നത്? കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപമാണ് ഈ ലോകം. ആ ലോക വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന പിശാച് ആ ലോക വ്യവസ്ഥയിൽ ഈ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപവും ആകുന്ന ആ മോഹങ്ങളുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഹങ്ങളാണ് നമ്മളുടെ ജഡത്തിലുള്ളത്. നമ്മുടെ ജഡം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്, നമുക്ക് നമ്മളുടെ ഒരു സെൽഫ് വിൽ, നമ്മളുടെ സ്വന്തം ഇഷ്ടം. അപ്പൊ അതില് ഈ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഹങ്ങളാണ് ഉള്ളത്. അപ്പം പിശാച് എന്ത് ചെയ്യും? പിശാച് അവരുടെ കിങ്കരന്മാരും ഈ ലോക വ്യവസ്ഥയിലൂടെ പല കാര്യങ്ങളൊക്കെ തിരിച്ചുവിട്ട് നമ്മുടെ ജഡത്തില് ഈ മോഹങ്ങളെ ഒന്ന് ഉണർത്താനും അതിലേക്ക്. അപ്പം പിശാചിന്റെ ഒരു തീയമ്പുകൾ എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. എഫേസ്യർ 6-ാം അധ്യായത്തിന് 16-17 വാക്യങ്ങളിൽ ദുഷ്ടന്റെ തീയമ്പുകൾ, ഫയറി ഡാർട്സ് ഓഫ് ദി ഈവിൾ വൺ, പിശാചിന്റെ ദുഷ്ടന്റെ തീയമ്പുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവനൊരു ഇപ്പം ഒരു കയ്പിന്റെ ചിന്ത അല്ലെങ്കിൽ ഒരു അശുദ്ധമായിട്ടുള്ളൊരു ചിന്ത അവന് ഒരു തീയമ്പായിട്ട് നമ്മുടെ ജഡത്തിലേക്ക് എയ്യുമ്പം നമ്മളുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം ക്രൂശിൽ സമർപ്പിതമാണെങ്കിൽ നമ്മൾ ആത്മാവിനാൽ അത് ജയിക്കുന്നു. പക്ഷെ നമ്മൾ അതിനങ്ങ് ഇട്ടുകൊടുക്കുക. നമ്മൾ ഒരു കയ്പിന്റെ ചിന്ത, എന്നാലും അവരോട് ക്ഷമിക്കരുത്. അപ്പം നമ്മളും അതിനങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ അതൊരു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മെച്ചുറായിട്ട് മരണത്തെ പേറുന്നു എന്നൊക്കെ നമ്മൾ പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു എന്നൊക്കെ യാക്കോബ് 1:14, 15, 16 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പിശാച് പല ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തെ ഒന്ന് ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി അവന്റെ ചില ചിന്തകൾ, പിശാചിന് നമ്മളിലേക്ക് ചില ചിന്തകൾ ഇടാൻ പറ്റും. ഇപ്പൊ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പല ചിന്തകളിലൂടെയാണല്ലോ നമ്മൾ പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നത്. അപ്പം അവനങ്ങനെ നമ്മുടെ ജഡത്തിലേക്ക് ചില ചിന്തകൾ ഇടാൻ വെക്കും. പക്ഷെ അത് താലോലിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഒരു വിൽ പവർ ഇവൻ തന്നിട്ടുണ്ട്. അവിടെ ഒന്നുകിൽ ആ ചിന്തയ്ക്ക് കീഴടങ്ങി കൊടുക്കണോ, അതോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കർത്താവിലേക്ക് നോക്കി കർത്താവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ആ ദുഷ്ടന്റെ പിശാചിനെ അങ്ങ് നമ്മളുടെ വിശ്വാസം എന്ന പരിചയം കൊണ്ട് എതിർക്കാനാണല്ലോ പറയുന്നത്. വിശ്വാസം എന്ന പരിചയം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശ്വാസം എന്ന പരിചയം ഉള്ളപ്പം ഈ തീയമ്പ് ഇങ്ങോട്ട് വന്ന് ഡബിൾ സ്പീഡിൽ അവന്റെ അടുത്തേക്ക് തന്നെ പോയി പൊട്ടും. ഇസ്രായേലിലേക്ക് ചില മിസൈലുകൾ അയക്കുമ്പോൾ അത് ഡബിൾ സ്പീഡിൽ തിരിച്ചു പോയി അവിടെ ശത്രു രാജ്യത്തിൽ നിന്ന് പൊട്ടുന്നതൊക്കെ പത്രത്തിൽ വായിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ജഡത്തിലേക്ക് ചിന്തകളെ അവൻ ഇടുന്നു. പിന്നെ നമ്മൾ അതിന് കീഴ്പ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അത് പാപമാവുന്നുണ്ടോ, അത് ജസ്റ്റ് ഒരു പ്രലോഭനം മാത്രമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഒക്കത്തില്ല. അതുകൊണ്ട് ഒരു ദൈവപുരുഷനായിട്ടുള്ള ഒരു സഹോദരൻ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ ഇനിയിപ്പം കുറച്ച് മനസ്സിന് വല്ലാതെ വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ദൈവത്തെ സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ ഇരുന്നാൽ മതി, പിശാചിനത് മനസ്സിലാകത്തില്ല. പറയാം, നമ്മൾ പുറത്ത് പറഞ്ഞാലേ അവനത് മനസ്സിലാകത്തുള്ളൂ. നമ്മളെ ഹൃദയത്തിലുള്ള ആലോചനകൾ കർത്താവിനല്ലേ അറിയത്തുള്ളൂ. പറഞ്ഞേണ്ട വേണ്ട.
അതെ അതെ, മൈക്ക് പിടിച്ച ആ അതെ ആ കാണാൻ പറ്റുന്നില്ല. വേറെ മമ്മി ഒരു ഗസ്റ്റ് പാസ്റ്റ് പ്രസംഗിക്കുമ്പോ ആ. ഈ ഭൂതം പറഞ്ഞു കഴിഞ്ഞാണ് ആ പാസ്റ്റർ പറയുന്നത്. എന്റെ അടുത്താണ് ഈ പുള്ളിക്കാരിയിരിക്കുന്നത്. ഈ ഞാൻ നോക്കുമ്പോ ഈ പാസ്റ്റർ പറയുന്നതിന് മുമ്പ് ഇവരിരുന്ന് പറഞ്ഞിട്ടാണ് പാസ്റ്റർ അത് പറയുന്നത്. ഫാസ്റ്റ് എന്ത് പറഞ്ഞെന്നാ? പാസ്റ്റർ സൂക്ഷിക്കുന്ന ഓരോ വാക്കും പറയുക. ഏ. ആ ഭൂതം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്റർ അല്ല, എല്ലാ വാക്യങ്ങളും അതുപോലെ തന്നെ പറഞ്ഞതാണ്. ഒരുപക്ഷെ പാസ്റ്റർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഭൂതം കണ്ട് കാണും എന്ന് പറയേണ്ടി വരും. നമ്മള് ഏ. ആ. എന്തായാലും ഞാൻ ഭൂതത്തെ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതുവരെ ആരിലും ഇളകാത്തതുകൊണ്ട്. പിന്നെ പിന്നെ യഥാർത്ഥത്തിലുള്ളൊരു ദൈവ പൈതലിനെ ഒരിക്കലും ഒരു ഭൂതം പിടിക്കാനൊക്കത്തില്ല. ചില യഥാർത്ഥത്തിലുള്ള ദൈവ പൈതലിൽ എന്തുണ്ട്? ദൈവ പൈതൽ ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിനും ഇരുളിനും, അത് നമ്മൾ ആ 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യം, 14-15 വാക്യം, അവിശ്വാസികൾ ഇടയിൽപ്പെടാൻ കൂടരുത്, നീതിക്ക് അധർമ്മത്തിനും തമ്മിൽ എന്ത് തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലയാലിനും. 2 കൊരിന്ത്യർ 6:14-15 ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസികൾക്ക് അവിശ്വാസിയായിട്ട് എന്ത് ഓഹരി. അപ്പം ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, വെളിച്ചത്തിന് ഇരുളിനും തമ്മിൽ എന്ത് കൂട്ടായ്മ. അപ്പൊ യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവ് ആത്മാവിൽ, യഥാർത്ഥത്തിൽ ദൈവ പൈതൽ ആത്മാവിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവ പൈതല്, ആ വിശ്വാസത്തിനെ തുടരുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഒരു ഭൂതത്തിന് കടന്നു വരാനൊക്കത്തില്ല. പക്ഷെ ഭൂതത്തിന് അവനെ പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ ഭൂതം ബാധിക്കപ്പെടാനൊക്കെ ഇല്ല. പക്ഷെ ഇന്ന് പലപ്പോഴും ഭൂതം പുറത്താക്കുന്നെന്ന് പറയുന്ന പല ശുശ്രൂഷകളൊക്കെ കുറെയൊക്കെ ഇമോഷണൽ മിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഞാനും എൻ്റെ സൈക്കാട്രി പ്രാക്ടീസിൽ വിരലെണ്ണാവുന്ന പറയുമ്പോൾ ഒരു 10-നകത്ത് എൻ്റെ ഇത്രയും വർഷത്തെ 2009 മുതൽ ഞാൻ ഈ ഒരു സൈക്കാട്രി ഫീൽഡിലുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തിൽ വളരെ മനസ്സിന്റെ രോഗാവസ്ഥയിലുള്ളവരെ മിക്കവരും വരുന്നതെന്ന് ചില കേസസിൽ അത് ഞാൻ എൻ്റെ ബ്ലോഗ് പേജിൽ ചില മെസ്സേജസിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇങ്ങനെ ജസ്റ്റ് ഞാൻ അവരോട് അവരെ തന്നെ ചിലപ്പോൾ ചില റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇതുപോലെ വീണ് അതങ്ങ് പുറത്തു പോകുന്ന രീതിയിലൊക്കെയുള്ള വളരെ ചുരുക്കം. പക്ഷെ ഇന്ന് ഭൂതം പുറത്താക്കുന്നുള്ള ശുശ്രൂഷ എന്നുള്ള പേരിൽ ഒരുപാട് ഇല്ലാത്തവരെയും പിന്നെ അതിന്റെ പേരിൽ അഭിനയിപ്പിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള പല പല ഒത്തിരി കാര്യങ്ങളൊക്കെ ഇന്ന് ക്രിസ്തീയ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവ പൈതല് അവൻ വിശ്വാസത്തിലായിരിക്കുന്ന സമയത്ത് അവനെ ഭൂതം ബാധിക്കുന്നുള്ള കാര്യം നമ്മളൊരിക്കലും അങ്ങനെ പേടിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ഈ മാസ്റ്റർ എഴുതുന്ന നോട്ട്സ് ഒക്കെ എന്തായാലും കാണാനൊക്കെ ഇപ്പൊ ആ ഒരു രീതിയിലെങ്ങാണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ദൈവവചനപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂതങ്ങൾക്കോ പിശാചിനോ ഒന്നും ഭാവിയെ അറിയില്ല. ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഭാവി അറിയാം, പിശാചിന്റെ ഭാവി അറിയാം. വെളിപാട് 20:10 അവൻ തീപ്പൊയ്കയിലോട്ട് പോയി പ്ലിങ് എന്ന് പറഞ്ഞ് വീഴുന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, അത് അവനറിയാം. പക്ഷെ അല്ലാതുള്ള ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഭാവിയിലുള്ള കാര്യങ്ങളൊന്നും അവനറിയത്തില്ല എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പറഞ്ഞ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ 1-2 ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴത്തെ പുതിയ തലമുറ ദൈവമക്കൾ നേരിടുന്ന പ്രശ്നമാണ് ഓരോ ക്യാമ്പുകളിലും അതിശക്തമായ ആരാധനയിലും കൂടുമ്പോൾ നമ്മൾ വലിയ തീക്ഷ്ണതയിലായിരിക്കും. എന്നാൽ നമ്മൾ സ്കൂളിലും പുറം ലോകങ്ങളിൽ ഇറങ്ങുമ്പോൾ തീക്ഷ്ണത പോകുന്നു. എന്തുകൊണ്ട്? എങ്ങനെ നേരിടാം? ആവരണം ഇടുന്നത് തെറ്റാണ്? നല്ല 2-3 ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മൾ ആരാധനയും ഭയങ്കര യൂത്ത് ക്യാമ്പും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വലിയ തീക്ഷ്ണതയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്നാൽ സ്കൂളുകളിലോട്ടൊക്കെ പോകുമ്പോൾ ലോകത്തിന്റെ ആൾക്കാരും അവരുടെ പല ഫാഷനുകളും സ്റ്റൈലുകളും അവരുടേതായ പല സിനിമാ കഥകളും ഇരട്ട പേര് വിളികളും ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള അശ്ലീല കാര്യങ്ങളും
അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ തീക്ഷ്ണതയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട് നമ്മളങ്ങ് ആ ഒരു തണുപ്പിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എന്താ ചെയ്യാനൊക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൈവമുമ്പാകെ ആ ഒരു താഴ്മയിലും നുറുക്കത്തിലും ആയിരിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലൊക്കെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് എനിക്ക് വലിയ കർത്താവിനോടുള്ള വലിയ സ്നേഹവും തീക്ഷ്ണതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് അതിലൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് ഇനി കർത്താവെ, ഞാൻ സ്കൂളിലോട്ടും കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ ലോകത്തിന് ലൗകികമായിട്ടുള്ള പല കൂട്ടുകെട്ടും കാര്യങ്ങളും ഒക്കെ, പല പാപത്തിലേക്കുള്ള പല പ്രലോഭനങ്ങളും ഒക്കെ വരുമ്പം അവിടെ നോ പറയേണ്ടടുത്ത് നോ പറയാന്, വിട്ട് മാറി വരേണ്ടടുത്ത് വിട്ട് മാറി വരാനൊക്കെ എനിക്കൊരു ശക്തി തരണേ എന്നുള്ള കാര്യം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ 1 Corinthians 15:33 വായിക്കുന്നത്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ് എന്ന് വായിക്കുന്നത് അല്ലേ. നമ്മൾ ആരോട് കൂട്ടുകൂടുന്ന അനുസരിച്ചിരിക്കും നമ്മളുടെ ആത്മീയ നിലവാരത്തിന്റെ വളർച്ചയും തളർച്ചയൊക്കെ. നമ്മളെ തെറ്റായിട്ട് രീതിയിൽ സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ 1 Corinthians 15:33 വാക്യം, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഡു നോട്ട് ബി ഡിസീവ്ഡ്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ്. നമുക്ക് ചില നല്ല ബോധ്യങ്ങളോടുകൂടി നമ്മൾ പോകുമായിരിക്കും, പക്ഷെ ബാഡ് കമ്പനി, നമ്മളെ തെറ്റിലേക്ക് വഴി നടത്തുന്ന ചില കൂട്ടുകാരത്തികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ആരോഗ്യകരമായൊരു അകലം പാലിക്കുക. അവരോട് ചില കാര്യങ്ങൾ, അവര് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ മറിഞ്ഞു വരിക. അവര് വേണ്ടാത്ത രീതിയിലുള്ള ചില പാരകളും അല്ലെങ്കിൽ പരദൂഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തു നിന്ന് മാറി വന്ന് അവര് ആ ലോകത്തിന്റെ ആ ഒരു ഇതിന്റെ കറപെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് അഥവാ എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ഉടനെ തന്നെ അങ്ങ് ഏറ്റുപറയുക. പിന്നെ എല്ലാ ദിവസവും ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുക. കർത്താവിന്റെ ആത്മാവിനാൽ എല്ലാ ദിവസവും നിറയപ്പെടാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു ബാക്കിയുള്ള സഹോദരങ്ങളുള്ള കൂട്ടായ്മ, നമ്മളിപ്പോൾ ഇതുപോലുള്ള ക്യാമ്പുകളും കാര്യങ്ങളും മാത്രമല്ല, ബാക്കിയുള്ള നമ്മുടെ ചർച്ചിലുള്ള അതുപോലെ ആത്മീയ തീക്ഷ്ണതയുള്ള അങ്കിൾമാരോ ആൻറ്റിമാരോ ഒക്കെ ഉള്ള അനുസരിച്ച് അവരോടും കാര്യങ്ങളൊക്കെ തുറന്നു പറയും. നിങ്ങൾ തന്നെ സുഹൃത്തുക്കളെ തന്നെ ആത്മീയ താല്പര്യമുള്ളവരോട് കാര്യങ്ങൾ, നിങ്ങളുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ ആ ഒരു ആത്മീയ തീക്ഷ്ണതയിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനൊക്കെ നമ്മൾ ആ ഒരു ദൈവമുമ്പാകെ താഴ്മയോടായിരിക്കുക. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നതാണ് 1 Petrus 5:5 യാക്കോബ് 4:6 പറയുന്നത്. നമ്മളൊരു താഴ്മയോടെ ദൈവമുമ്പാകെ നുറുക്കത്തോടെ, കർത്താവേ എനിക്ക് അവിടുത്തെ കൃപ അധികമായിട്ട് ആവശ്യമുണ്ട്, ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോൾ തെറ്റിലോട്ട് പോകാതെ, വേറെ കർത്താവ് ലോകപ്രകാരമുള്ള പല കാര്യങ്ങളിലേക്ക് പോകാതെ ഞാൻ സൂക്ഷിക്കണേ എന്നുള്ളൊരു താഴ്മയോടെ നിസ്സഹായതയോടെ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് ബലം തരും. പിന്നെ നമ്മൾ ഇനി എന്ത് വീഴ്ചകളോ താഴ്ചകളോ ഒക്കെ സംഭവിച്ചാലും നമ്മൾ ഡിസ്കറേജ്ഡ് ആയി പോകരുത്, നമ്മളെ നിരാശപ്പെട്ടു പോകരുത്. കർത്താവിലേക്ക് നമ്മൾ ഓടി വന്ന് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ്, പിന്നെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ ചർച്ചിൽ അതുപോലെ നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന അങ്കിൾമാരാണോ ആൻറ്റിമാരാണോ എന്ന് വെച്ചാൽ അവരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് അവരുടെ എന്തെങ്കിലും കൗൺസിലോ ആലോചനയോ ഒക്കെ തേടുന്നതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം അതിന്റെ ഉത്തരമായി എന്ന് വിചാരിക്കുന്നു ചോദ്യം ചോദിച്ച ആൾക്ക്. പിന്നെ ആഭരണം ഇടുന്നത് തെറ്റാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ 1 പത്രോസ് 3:4-5 വാക്യങ്ങളിൽ, 3:3-4 വാക്യങ്ങളിൽ രാവിലെ നമ്മൾ വായിച്ചു. യഥാർത്ഥത്തിൽ പുറമേയുള്ള ആഭരണമല്ല, അകമയുള്ള ആഭരണമാണ് കർത്താവ് നോക്കുന്നത്. അകമയുള്ള ആ ഒരു മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, ശാന്തതയും സൗമ്യതയുള്ള മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എന്ന അവിടെ യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ന്യൂമ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അകമയുള്ള ആഭരണമാണ് കർത്താവ് നോക്കുന്നത്. സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്, മനസ്സെന്ന സത്യപുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആത്മാവ്. അപ്പൊ നമ്മളുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ഒരു തേജസ്, അത് യഥാർത്ഥത്തിലുള്ള ദൈവമുമ്പാകെയുള്ള ആഭരണം. അപ്പം അത് അങ്ങനെയുള്ളവർക്ക് പിന്നെ പുറമേയുള്ള ആഭരണത്തിന് ആവശ്യമില്ല. അതാ ശരിക്കും പറഞ്ഞാൽ 1 പത്രോസ് 3:3 വാക്യത്തില് 1 പത്രോസ് 3 അതെ, യുവർ അഡോൺമെന്റ് മസ്റ്റ് നോട്ട് ബി എക്സ്റ്റേണൽ. അവിടെ NASB-യിലൊക്കെ മിയർലി എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്നാൽ അത് ഇറ്റാലിക്സിലാണ് കൊടുക്കുന്നത്. ഒറിജിനൽ ഗ്രീക്കിൽ ആ മിയർലി എന്നുള്ളൊരു കാര്യം ഇല്ല, പുറമേ ഉള്ളതല്ല ആഭരണം എന്നുള്ളൊരു കാര്യമാണ് ദൈവവചനത്തിന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 1 തിമോത്തിയോസ് 2 9 വാക്യത്തിൽ നമ്മൾ ഇതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 2 9 വാക്യത്തിലും എന്താ നമ്മൾ വായിക്കുന്നേ? അവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. എന്തുകൊണ്ട് അലങ്കരിക്കണം?
അതെ. ഉം. ഉചിതമാകും വണ്ണം അലങ്കരിക്കേണ്ടത്. അപ്പം എന്തുകൊണ്ട് അലങ്കരിക്കണം, എന്തുകൊണ്ട് അലങ്കരിക്കരുത് എന്ന് ദൈവവചനത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആഭരണം മാത്രമല്ല, ആ ഒരു വിലപിടിപ്പുള്ള എന്ന് പറയുമ്പോൾ ഒരു ആഡംബരം കാണിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഒക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഷോ ഓഫ് മാതിരിയുള്ള കാര്യങ്ങൾ അതല്ല വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു സിമ്പിൾ ലിവിങ്ങിന്റെ ഒരു, അപ്പൊ അത് ആഭരണം ഇടുന്ന പാപമാണോ എന്ന് ചോദിച്ചാൽ പാപം എന്നുള്ള നിലയിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ചൊരു ലളിതമായ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഈ ഒരു കാര്യമാണ് ദൈവജനം പറയുന്നത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ ആരെയും വിധിക്കാൻ വേണ്ടി, ഇപ്പം ആഭരണം അതിനെക്കുറിച്ചൊരു വെളിച്ചമില്ലാത്ത ആൾക്കാർ കാണുമായിരിക്കും, ഇപ്പൊ അവര് ഇടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അപ്പൊ നമ്മൾ അവരാരെയും വിധിച്ച് കല്ലെറിയേണ്ട കാര്യമില്ല. അവർക്ക് മേ ബി അതിനെക്കുറിച്ചൊരു വെളിച്ചമില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ബോധ്യമായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ 1 തിമോത്തിയോസ് 2:9-10 വാക്യങ്ങളിലും 1 പത്രോസ് 3:3-4 വാക്യങ്ങളിലും ഈ ഒരു കാര്യം നമ്മൾ ദൈവവചനത്തിന്റെ പ്രമാണം കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അവര് ഇങ്ങനെ അർപ്പിത ജോസിനെ പ്രാർത്ഥന, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പൊ അവര് LKG-യിലായിരിക്കുന്ന സമയത്ത് ഒരു മോള് ചോദിച്ചു, ബാക്കിയുള്ള കൂട്ടുകാരികൾക്കെല്ലാം നെക്ലേസ് ഉണ്ട്, നമുക്ക് നെക്ലേസ് ഇല്ലേ അമ്മയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ജീസസ് ഈസ് എ നെക്ലേസ്, ജീസസ് ആണ് നിങ്ങളുടെ നെക്ലേസ്. ഷി വാസ് വെരി ഹാപ്പി. അപ്പൊ ആദ്യം ശരിയാണ്, കുഞ്ഞുങ്ങളെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ അവർക്ക് തോന്നാം. പക്ഷെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നൗ ദേ ആർ വെരി ഹാപ്പി. അവർക്ക് അത് അത് എന്നാൽ അങ്ങനെയുള്ളവരോട് നമ്മളാരെയും പുച്ഛിക്കുകയോ അതുകൊണ്ട് നരകത്തിൽ പോകുന്നോ എന്ന് പറയാൻ നമ്മളല്ല. ദൈവമക്കളായിട്ടുള്ള പലർക്കും അവരുടെ ഇടുന്നവരും ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളാരെയും ഇങ്ങനെ കഴുത്തെ പിടിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളാരും പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ദൈവവചനത്തിന്റെ ആ ഒരു പ്രമാണം ഇതാ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ഒരു ബാലൻസ് നമ്മളാരും വിധിച്ച് തള്ളുകയും വേണ്ട, എന്നാൽ നമുക്ക് ദൈവവചനത്തിൽ കണ്ട ബോധ്യത്തിനനുസരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോവുക. ലോകത്തിന്റെ ഒരു സ്റ്റൈലിലേക്ക് പോകാതെ ദൈവത്തിന്റെ ആ ഒരു ലാളിത്യത്തോടെ ഒരു മോഡസ്റ്റിയോടെ മുമ്പോട്ട് പോകുന്നതാ ദൈവവചനം ഉദ്ഘോഷിക്കുന്നതായിട്ടുള്ള ഒരു മാതൃക. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരവായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്വസ്റ്റിനോട് കൂട്ടിച്ചേർന്നത് ചോദിച്ചാൽ അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു സമൂഹത്തിലാണ് ആഭരണം ഉപയോഗിക്കാറുള്ളത്. അതെ അതെ അതെ. വിദേശ രാജ്യങ്ങളിലെ ആഭരണം ഉപയോഗിക്കുന്നുണ്ട്, ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവിടുത്തെ പാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അവരുടെ തെറ്റാണ് പാസ്റ്റേഴ്സ് ഇപ്പോഴത്തെ സമൂഹത്തിലേക്ക് അവര് പാസ്റ്റേഴ്സ് ആയിട്ട് അവർക്കൊരു 2 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ ഒരു വിധം കൂടി വരുന്നു. നേരത്തെ ഇതൊരു മെന്റൽ ഇഷ്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇത് ഒരുപാട് നോർമലൈസ് ചെയ്തിട്ട് അക്സെപ്റ്റൻസ് കൂടി വരുന്നു, ലീഗലൈസ് ചെയ്തു. അപ്പം ഡോക്ടറുടെ പ്രാക്ടീസിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ഇതിനോട് തീർച്ചയായിട്ടും നല്ല ചോദ്യം. LGBTQ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ട് ആൾക്കാരൊക്കെ വളരെ വളരെ ടാബു ആയിട്ട് കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്ന് വലിയ സർവ്വസാധാരണമായിട്ട് ഇതെല്ലാം എല്ലാം നോർമലാണെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വല്ലാത്തൊരു വഷളത്വം നിറഞ്ഞൊരു തലമുറയിലാണ് നമ്മള് ഇന്ന്. വലിയ ഒരു വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറ എന്ന് അവിടെ 1-ാം നൂറ്റാണ്ടിൽ പോലീസ് പറഞ്ഞെങ്കിൽ ഇന്ന് ആ വക്രതയും കോട്ടമൊക്കെ വല്ലാതെ നിറഞ്ഞ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മള് എല്ലാ മനുഷ്യരും നമ്മൾ സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരും വി അക്സെപ്റ്റ് ദം ആസ് ദേ ആർ. നമ്മൾ അവരായിരിക്കുന്ന വണ്ണം നമ്മൾ അവരെ അംഗീകരിക്കുന്നു. പക്ഷേ നമുക്ക് എല്ലാവരോടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവചനത്തിന്റെ മാതൃക നമുക്കുള്ളത്. നമ്മളിപ്പം റോമർ 1-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാലും 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം 9-10 വാക്യങ്ങൾ നമ്മൾ നോക്കിയാലും അവിടെ എല്ലാം ആ ഒരു സ്വവർഗരീതി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെയും ആ ഒരു ഇതുപോലെയൊക്കെയുള്ള സ്വവർഗരീതിക്കെതിരായിട്ട്, ഹോമോസെക്ഷൽ ബിഹേവിയറിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ സോദോം ഗൊമോറ, അവിടേക്ക് ന്യായവിധി ദൈവം പകർന്നൊഴിച്ച കാര്യങ്ങളുമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അതും ഇതുപോലെ ഉള്ള സ്വവർഗരീതിയുടെ കാര്യങ്ങളും സൂചനകളും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് മാറി തിരിഞ്ഞുള്ള പല കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഒരാൾക്ക് ഇതിൽ നിന്ന്
വിളി വരണം എന്നുള്ള രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളിൽ അവരെ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ, ഒരു പെൺകുട്ടി, അതിന്റെ അപ്പനും അമ്മയും അതിന്റെ അപ്പനും അമ്മയും ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നത്. ആ മോക്കാണെങ്കിൽ പക്ഷെ ആണായിട്ട് ഡ്രസ്സ് ചെയ്യണം, ആണാവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ ഞാൻ ആ ആവർത്തന പുസ്തകം 22ന്റെ 5-ാമത്തെ വാക്യമൊക്കെ ഒന്ന് വായിച്ചു. ആവർത്തന പുസ്തകം 22-5 ഇപ്പൊ പഴയ നിയമം, നമ്മൾ പഴയ ഉടമ്പടിയിലല്ല നമ്മളുള്ള, എന്നാൽ പഴയ നിയമത്തിലുള്ള ദൈവജനത്തിന്റെ പ്രമാണങ്ങൾ ഇന്നും മോറൽ പ്രിൻസിപ്പിൾസ് ഇന്നും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ എന്താ ആവർത്തന പുസ്തകം 22-5 പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്, അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. കാര്യങ്ങളും ദൈവജനത്തിലെ ആ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ അവരൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് എനിക്ക് അത്രയൊക്കെ അവരോട് ആ പേരൻസും ആ കാര്യങ്ങളിൽ അവർക്ക് ഒരു ബോധ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ മോക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ആയിട്ടിരിക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് ആ കാര്യങ്ങളിൽ ആ ഒരു രീതിയിൽ അവരെ കൗൺസിൽ ചെയ്യാൻ പറ്റി. പക്ഷെ ചില കേസസിൽ ചിലര് ഇപ്പൊ ഈ ഹോമോസെക്ഷൽ ഓറിയന്റേഷനിൽ തന്നെ, അതായത് ഈ സവർഗ രതി, അതിൽ തന്നെ ഈഗോ ഡിസ്റ്റോണിക്കും ഉണ്ട്, ഈഗോ സിൻറ്റോണിക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഈഗോ ഡിസ്റ്റോണിക് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അത് ഇഷ്ടമല്ല. അവർ എങ്ങനെയോ പല സാഹചര്യങ്ങളിലോ എന്തൊക്കെയോ ചില കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന് അവർക്ക് അതിനോടൊരു വിരക്തി, അതിൽ നിന്ന് വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരാൾ നമ്മളോട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് അവരെ ഇതാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ലൈക്ക് ഹെറ്ററോസെക്ഷൽ അട്രാക്ഷനിലുള്ള ലസ്റ്റുകൾ ഒരാൾ അതിജീവിക്കാനായിട്ട് യൗവന മോഹങ്ങൾ വിട്ടുകൊടുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള മോഹങ്ങളും വിട്ടുകൊടണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറഞ്ഞ് അതും ജയിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് അവരെ നമുക്ക് ഉത്സാഹിപ്പിക്കാം. പക്ഷെ ഇപ്പോൾ ഒരാൾക്ക് ഈഗോ സിൻഡ്രോണിക്, ഒരാൾക്ക് അത് തന്നെ മതി, പക്ഷെ വേറെ പേരൻസ് കാരണമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാരണം അവര് നിർബന്ധിതരായിട്ട് വരുമ്പോൾ നമുക്ക് അവരോടൊന്നും നിർബന്ധിച്ച് പറയാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൽ തന്നെ തുടർന്നാൽ മതി എന്നുള്ള ആൾക്കാരോട് നമുക്ക് അവരോട് ഇപ്പം ഒരു ക്രിസ്ത്യൻ സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഞാൻ പറയും എൻ്റെ ക്രിസ്ത്യമായിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു ബൈബിൾ പ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇന്ന് സൈക്കാട്രി എന്നുള്ളൊരു പ്രൊഫഷൻ, ആ ഒരു എന്തിനാ പറയുന്നത്, സൈക്കാട്രിയുടെ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാൻഡ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമുക്ക് ആ ഒരു രീതിയിൽ സംസാരിച്ച കേസ് കൊടുത്ത് നമ്മളുടെ ലൈസൻസ് ക്യാൻസൽ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനൊക്കെ. അപ്പം അതുകൊണ്ട് പ്രൊഫഷണൽ എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ഒരു ദൈവവൈതൽ എന്നുള്ള നിലയിൽ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അത് വിശ്വസിക്കുകയോ അത് ഏറ്റെടുക്കാനോ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മൾ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അങ്ങനെ ഹെൽപ്പ് വേണ്ടുന്നിടത്താണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ മോന ടാറ്റുവിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും ഈ ടാറ്റുവിനെതിരെയൊക്കെ നമ്മൾ ദൈവജനത്തിലുള്ള പല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ വേറെ ആരെയും വിധിച്ചു തള്ളേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പം നമ്മൾ ഏത് സംസ്കാരമോ ഏത് രാജ്യമോ ഏത് സംസ്ഥാനമോ എവിടെ ആണെങ്കിലും ദൈവജനത്തിന്റെ മാതൃക എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി അത് പ്രകാരം പോകുന്നതാണ് എപ്പോഴും നമുക്ക് ദൈവമുമ്പാകെയുള്ളൊരു ഒരു നിലനിൽപ്പ്. ബൈബിള് തന്നെ വിശ്വസിക്കുക എന്ന വേറൊരു രീതിയിൽ ആ കാര്യങ്ങളെ കാണുന്ന ആൾക്കാർ കാണും. നമ്മൾ അവരെ ആരെയും വിധിക്കേണ്ട കാര്യമില്ല. മേ ബി അവർ ജനിച്ചു കൊള്ളുന്ന കാഴ്ചപ്പാടോ കൾച്ചറോ സംസ്കാരമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ അവരെ വിധിക്കാതെ വിവേചിച്ച് നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ട് ദൈവജനത്തിന്റെ ആ ഒരു ആഴത്തിലേക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചോദ്യം കൂടെ ഉണ്ടോ അവനെ ചോദിച്ചു? ചോദ്യം മറന്നുപോയോ? ആ ആ 2 വർഷം മുമ്പ് ദൈവം ആ രണ്ടുപേർ ആ ആ 2000 ദൈവം നമ്മളെ രക്ഷിച്ചു. ആ അതിന്റെ മുമ്പോടവർക്ക് ന്യായവിധി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരെല്ലാം ക്രിസ്തുവിനെ അവര് മുമ്പേ കണ്ടു. അതായത് ഇപ്പൊ നമ്മള് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമ്മൾ ഇന്ന് പുറമോട്ട് നോക്കി, ചരിത്രത്തില് പുറമോട്ട് നമ്മൾ നോക്കിയാ യേശുവിനെ നമ്മൾ കാണുന്നില്ല. നമ്മളാരും യേശുവിന്റെ ക്രൂശീകരണം നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടില്ല. നമ്മളിന്ന് വിശ്വാസ കണ്ണുകളാലെ ചരിത്രത്തിലേക്ക് നോക്കുന്നു. നമ്മളിവിടെ 2025 ചരിത്രത്തിലേക്ക് പുറമോട്ട് നോക്കുമ്പോൾ അവിടെ AD 30 കർത്താവ് കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതിനു മുമ്പ് 4000-ഓളം വർഷങ്ങള്
അവര് ആദാം മുതലുള്ള അവിടെ ആ, ഹാബേലിന്റെ വിശ്വാസത്തെ മുതൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ അവരെല്ലാം ആ, ചരിത്രത്തിന്റെ പൂർത്തിയില് അറുക്കപ്പെടാനിരിക്കുന്ന ഒരു കുഞ്ഞാട് ഉണ്ടെന്നുള്ളൊരു കാര്യം അവര് വിശ്വാസത്താല് മുന്നേ അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ദൈവം ഒരു ഗ്രാഹ്യം കൊടുത്തു. അന്ന് അതിനൊരു നിഴലേ ഉള്ളായിരുന്നു. പഴയ നിയമം ഒരു നിഴലായിരുന്നു, പുതിയ നിയമമാണ് അതിന്റെ പൊരുളെന്നാണ് നമ്മൾ കൊളോസ്യർ 2-ന്റെ അതിന്റെ 15, 16, 17 വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. പുതിയ നിയമമാണ് അതിന്റെ പൊരുള്, പഴയ നിയമം അതിന്റെ ഒരു നിഴലായിരുന്നു. അപ്പം പഴയ നിയമത്തിൽ അതിനു മുമ്പ് ദൈവം ഇപ്പൊ ഹാബേല് തന്നെ ആടിനെ യാഗം കഴിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ കാലത്തെങ്കിൽ നമുക്ക് വേണ്ടി അർക്കപ്പെട്ട ആ കുഞ്ഞാട് ആരായിരുന്നു? യേശു ക്രിസ്തുവായിരുന്നു. അപ്പൊ അന്ന് പഴയ നിയമത്തിൽ അവർക്ക് ചില യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ആ യാഗത്തിൽ അതിന്റെ ഒരു നിഴലെന്ന വണ്ണം പല യാഗങ്ങളായിരുന്നു അന്ന് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ആ ഒരു വിശ്വാസത്താൽ, എബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ ഉൽപ്പത്തി പറയുന്ന അതേ കാര്യം തന്നെ നമ്മൾ റോമർ 4-ാം അധ്യായത്തിലും വായിക്കുന്നു. അന്ന് അവര് ആ വിശ്വാസ കണങ്ങളാല് ആ ഒരു അർക്കപ്പെടാൻ പോകുന്ന അവർക്കായിട്ട് ദൈവത്തിന്റെ ഒരു യാഗത്തെ അവർ കണ്ടു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കി ആ യാഗത്തെ കാണുന്നു. അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള സത്യദൈവമായിട്ടുള്ള യഹോവയിലുള്ള വിശ്വാസത്താൽ തന്നെയാണ് അവര് അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അവർ രക്ഷ പ്രാപിച്ചത്. ഇന്ന് നമുക്ക് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നമ്മൾ ജീവിക്കുന്നതായതുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള ആ ഒരു വിശ്വാസത്തിലും ആശ്രയത്തിലുമാണ് നമുക്ക് ഇന്ന് രക്ഷ കരഗതമാകുന്നത്. മോന്റെ ചോദ്യത്തിന് ഉത്തരവായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഓക്കെ. വേറെ 1-2 ചോദ്യം ഇതിനകത്ത് ഞാനൊന്ന് വായിച്ചെടുക്കാൻ നോക്കട്ടെ. റിലേറ്റിംഗ് ടു ഫാമിലി റിലേഷൻഷിപ്സ്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, ഭർത്താക്കന്മാരോട് ഭാര്യയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത്. എന്നാൽ ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഭാര്യമാരെ കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ഉത്തരം. അങ്ങനെയാണോ? എനിക്ക് ഈ മലയാളം അത്ര വന്നിട്ടങ്ങ് ഹാൻഡ് റൈറ്റിംഗ് അത്ര അങ്ങ് പോരെന്ന് തോന്നുന്നു. എഴുതിയ ആളിന് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയുകയായിരുന്നെങ്കിൽ. അതായത് ഇദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണെന്ന് ചോദിക്കുന്നത്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട്. ഭർത്താക്കന്മാരോട് ഭാര്യയെ കീഴ്പ്പെടുത്താനൊന്നും ശ്രമിക്കരുത്. അതെ, ഭാര്യമാരെ കീഴ്പ്പെടുത്തേണ്ടതെന്നൊന്നും ഭർത്താക്കന്മാരുടെ ഒരു കൽപ്പനയില്ല, മറിച്ച് അവരെ സ്നേഹിക്കാനും കരുതാനും ഉള്ളതാ കർത്താവിന്റെ കൽപ്പന. എന്നാൽ ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണോ? പ്രവർത്തിക്കുന്ന ഭാര്യമാർക്ക് എന്തോ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉള്ള മനഃശാസ്ത്രപരമായ ടിറ്റ് ഫോർ ടാറ്റ്. അത് അവര് മനഃശാസ്ത്രപരമായ ഇത്രയേ ഉള്ളൂ. നമ്മള് 2 കൈ അടിക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നേ, അല്ലേ? ഒരു കൈയൊക്കെ താണ് കൊടുത്താൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാറ്റെങ്കിലും കിട്ടും, മറ്റേ കൈ വീശിക്കൊണ്ടിരുന്നാലേ. അപ്പൊ 2 കൈയും അങ്ങ് താണ് കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പൊ 3 ലെവല്: കൂട്ടായ്മ, സമാധാനം, ശണ്ട. അപ്പൊ 2 പേരും കൂടെ ടിറ്റ് ഫോർ ടാറ്റ് ആയാല് ഉരുളക്ക് ഉപ്പേരി എന്നുള്ള രീതിയിലാണെങ്കിൽ ശണ്ടയായി. അവിടെ ഭയങ്കര ബഹളമായിരിക്കും. ഒരാളെങ്കിലും ഇപ്പം ഭാര്യ കുറച്ചൊന്ന് കത്തിക്കയറിയിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഞാനൊന്ന് മിണ്ടാതിരുന്നേക്കാം എന്ന് ഭർത്താവ് വിചാരിക്കുക. അല്ലെങ്കിൽ ഭർത്താവ് ഇന്ന് നല്ല മൂഡിലല്ല, ഞാനൊന്ന് മിണ്ടാതിരുന്നേക്കാം എന്ന് ഭാര്യ വിചാരിച്ചാല് കുറച്ച് കാറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഒരു കൈയെങ്കിലും ഒന്ന് അടങ്ങുവാണെങ്കിൽ അവിടെ ഒരു സമാധാനം, അവിടെ കൂട്ടായ്മയിലേക്ക് വന്നില്ല, പക്ഷെ എങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ച് ടയേർഡാകുമ്പോൾ അങ്ങനെയൊക്കെ ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചു ഒന്ന് അങ്ങ് അടങ്ങിക്കോളും. പക്ഷേ രണ്ടുപേരും വന്ന ആ ഒരു നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് മരിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് ഉരുളക്കുപ്പേര് മാതിരി ഒന്ന് പറയണം, ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഭർത്താക്കന്മാരെ എനിക്ക് കരുതണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തോ കരുതി ഞാൻ വാങ്ങിക്കാൻ 10 കാര്യം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് 2 കാര്യം വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്, എല്ലാം മറന്നുപോയി. അങ്ങനെ ആയിരിക്കും ഭാര്യമാരെ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ടിറ്റ് ഫോർ ടാറ്റ് പറയാതെ മറിച്ച് ആ ഒരു ബഹുമാനത്തോടെ ഇത് നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തിന് നമ്മളങ്ങ് മരിക്കുന്നു. സ്വന്തം ഇഷ്ടം കർത്താവേ, എൻ്റെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വാക്ക് പറയാനും ഒരു കുറച്ച് വഴക്കിടാനും എന്തെങ്കിലുമൊക്കെ കലവല ഉണ്ടാക്കാനും ഒക്കെ. പക്ഷെ ഞാൻ കർത്താവ് അവിടുത്തെ വചനത്തിലെ പോലെ ഞാൻ കീഴടങ്ങിയിരിക്കട്ടെ. ശരിയാണ്, അദ്ദേഹം കുറച്ച് കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുപോയി, അല്ലെങ്കിൽ ഭാര്യ ചില കാര്യങ്ങൾ ഇപ്പം കുക്ക് ചെയ്ത് കുറച്ച് മോശമായി പോയി, അതിന് ഉപ്പ് കൂടിപ്പോയി. അപ്പൊ ഇവിടെ കർത്താവ് ഞാൻ ആ ഒരു എൻ്റെ രുചികരമായ ഭക്ഷണത്തിനോടുള്ള ആസക്തിക്ക് മരിക്കാൻ വേണ്ടിയാണ്
ഭാര്യ ഇന്ന് കുക്ക് ചെയ്ത് അത്ര അങ്ങ് നന്നായിട്ട് വരാതെ, അതുകൊണ്ട് ഞാൻ അതിനങ്ങ് മരിക്കുന്നു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ലൂക്കോസ് 9:23 എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താ? ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. സ്ഥാനത്തിനെ നിഷേധിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അങ്ങനെ അനുഗമിക്കാത്തവനാർക്കും അങ്ങനെ കർത്താവ് എന്നെ അനുഗമിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? ഈ ക്രൂശിന്റെ വഴി. ഈ ക്രൂശിന്റെ വഴിയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടമുണ്ട് എല്ലാ കാര്യത്തിനും. ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും മക്കളോടുള്ള ബന്ധത്തിലും അപ്പനമ്മമാരുടെ ബന്ധത്തിലായാലും നമുക്ക് എപ്പോഴും ലോകപ്രകാരമുള്ളൊരു നമ്മളുടെ ഒരു ജഡത്തിലൊരു ഇഷ്ടമുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച ചോദ്യത്തിൽ നമ്മളുടേതായ ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ആ നമ്മുടെ ഇഷ്ടത്തെ നമ്മളവിടെ ക്രൂശിൽ തന്നെ യാഗമായിട്ട് വെക്കുന്നു. ശരിയാണ്, മറ്റേ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കോപിച്ച് ബഹളം വെച്ച് സംസാരിക്കുന്നപ്പോൾ ഞാനിവിടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കാണിക്കട്ടെ, ഞാൻ എൻ്റെ സ്വയം ജീവനെ സ്വന്തം ഇഷ്ടത്തെ ഞാനങ്ങ് മരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് നിറഞ്ഞ് ആ ഒരു സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാര്യങ്ങളെ പറയുവാൻ. എന്നാൽ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫേമായിട്ട് ഭർത്താവോ ഭാര്യയോ ഒന്ന് തിരുത്തേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അപ്പനമ്മമാര് മക്കളെ കുറച്ച് കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ടുള്ള സമയത്ത് തിരുത്തണം. പക്ഷെ നമ്മളതൊരു ജഡത്തിൽ നിന്നുള്ളൊരു കോപമായിട്ട് യുനോ അത് ഒരാളെ പിടിച്ചടക്കുന്ന രീതിയിൽ, ഒരാളെ കീഴടക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിൽ, അങ്ങ് വായടപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രിസ്തീയ ഭവനത്തിന് യോജിച്ചതായിട്ടുള്ള കാര്യങ്ങളല്ല. ആ കാര്യങ്ങളാണ് മനഃശാസ്ത്രപരവും ആത്മീയവുമായിട്ടുള്ള ഉത്തരം. നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? വേറെ എന്തെങ്കിലും? നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇതിൽ നിന്ന് നമുക്ക് ദൈവമുമ്പാകെ നമ്മളിന്ന് പകൽ സമയം മുതൽ കേട്ട കാര്യങ്ങളുമൊക്കെ നമുക്ക് ദൈവമുമ്പാകെ ഒന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ ഒരു സ്നേഹം, എൻ്റെ സ്നേഹം എന്ന് കർത്താവ് പറയുന്നു. എൻ്റെ തൊട്ട് താഴെ യോഹന്നാൻ 15:9 എൻ്റെ സ്നേഹം എന്ന് പറയുന്നു. 15:11 എൻ്റെ സന്തോഷം എന്ന് കർത്താവ് പറയുന്നത്. എൻ്റെ തൊട്ട് മുമ്പ് 14:27 എൻ്റെ സമാധാനം എന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും നിറയപ്പെടാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു ക്രൂശിന്റെ വഴി നമ്മൾ അവസാനം കേട്ടതുപോലെ, എൻ്റെ സ്വന്തം ഇഷ്ടമല്ല കർത്താവ്, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, അതാണ് ക്രൂശ്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ മരിക്കുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടാണ് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തിയും നിറവും സന്തോഷവും ഒക്കെ നിന്നിൽ ഒന്ന് നിറയുന്നത്. അങ്ങനെയുള്ള ഒരു നിറവിന്റെ ഒരു ജീവിതത്തിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ എന്ന് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇന്ന് മുതലൊരു കുറച്ചുകൂടി ഒരു സ്നേഹത്തോടെ, ഊഷ്മളതയോടെ, ആ ഒരു ത്യാഗപരമായിട്ടുള്ളൊരു സ്നേഹം, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും കരുതാനും ഊറ്റിപ്പുലർത്തുവാനുമുള്ള ഒരു മനോഭാവം, കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ വളർത്താനുള്ള ഒരു ആർജവം, ബാലൻ നടക്കേണ്ടുന്ന വഴി അവന് നടത്തണം. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവൻ മുതിർന്നാലും വിട്ടുപോവുകയില്ല. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട വിധങ്ങൾ, അവർക്കൊത്തിരി അവർ തെറ്റിയാത്ത സമയത്ത് ഒത്തിരി സ്നേഹവും വാത്സല്യവും എല്ലാം കൊടുക്കുന്നു. എന്നാൽ തെറ്റിയുന്ന സമയത്ത് അവരെ കാർക്കശ്യത്തോടെ തിരുത്താനും ബാലശിക്ഷയിൽ വളർത്താനും ഒക്കെ ഉള്ള ഉത്തരവാദിത്തം, ദൈവമുമ്പാകെ ആ ഒരു ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് കർത്താവെ അവിടുത്തെ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ആക്കണമേ. അതേ കർത്താവെ, കുറവുകളുണ്ട് എന്ന അവിടുത്തെ നിറവ് എല്ലാത്തിലും മതിയായതാണ്, അവിടുന്ന് നിറയ്ക്കും. അവിടുത്തെ വലിയ നിറവോളം കർത്താവെ അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നന്ദി പറയാം. നന്ദി കർത്താവേ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, വി പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കർത്താവെ അവിടത്തേക്കായിട്ട് തുറന്നു തരുന്നു. അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. എല്ലാം സമർപ്പിക്കുന്നു. ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയൊരു ആഴത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് കർത്താവ്, വലിയൊരു സന്തോഷവും വലിയൊരു സ്നേഹവും സമാധാനം ഞങ്ങളിൽ വന്ന് നിറയട്ടെ കർത്താവെ. അവിടെ ഞങ്ങളെ സഹായിച്ചായിട്ട് അവിടുത്തെ വചനത്തിൽ അധികമായിട്ട് വേരുമെന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവ്. ഞങ്ങളുടെ ഓരോ മേഖലകളിലും കർത്താവെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാതെ അവിടുത്തെ ഇഷ്ടപ്രകാരം, അവിടുത്തെ വചനത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തിയ പ്രകാരം മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ആത്മാവിന്റെ ആലോചന പ്രകാരം മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ കർത്താവെ, മടുത്തു പോകാതെ കർത്താവെ അവിടുത്തെ വേല ചെയ്യുവാൻ, അവിടുത്തെ സാക്ഷികളായിരിക്കാൻ കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ആവശ്യങ്ങളോടെല്ലാം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ ഈ പ്രിയ കൂട്ടായ്മയെ കർത്താവെ അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ കർത്താവെ. സാറിനെയും കർത്താവെ കുടുംബമായിട്ട് കർത്താവെ, സഭയിലെ ഓരോ കുടുംബങ്ങളെയും ചെറുപ്പക്കാരെയും എല്ലാം കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം കർത്താവെ അവിടുത്തെ വരവെങ്കിൽ
ഞങ്ങളാരും ലജ്ജിച്ചു പോകാൻ ഇടവരാതെ കർത്താവെ പ്രാഗൽഭ്യത്തോടെ അങ്ങയുടെ മുമ്പാകെ കാണപ്പെടുവാൻ കർത്താവെ അങ്ങ് അവിടുത്തെ കാന്തയായിട്ട് വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവെ ഉത്സാഹിപ്പിച്ചായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു എല്ലാം യേശുവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് ഇരിക്കാം. താങ്ക് യു. സഭയായിട്ട് ഒരു മൗലികമായിട്ട് നമുക്ക് നന്ദി. ഇന്ന് രാവിലെ നമ്മളുടെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളുടെ ഡോക്ടറുടെ ആയിരുന്നു. നമ്മൾക്ക് ഉണ്ടായിരുന്ന പല ഡൗട്ട്സ് ഡോക്ടർ ക്ലിയർ ചെയ്തു. അതുകൊണ്ട് തന്നെ അറിയാം ഡോക്ടർ ഭയങ്കര തിരക്കുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഞങ്ങളുടെ ചർച്ചിന്റെ പേരുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മാഡത്തിനോടും കുട്ടികളോടും നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങൾ വീണ്ടും ഇതുപോലൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നതായിരിക്കും. എന്തായാലും ഞങ്ങളോട് ഇത്രയും നേരം സഹായിച്ചതിന് ഇത്രയും വൈകി ഇതിന് ഡോക്ടറോട് നന്ദി. നമുക്ക് വീടിന്റെ കണ്ണുകളെ അടയ്ക്കാൻ ചുരുക്കം ഭാഗം രാവിലെ മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് പ്രിയ ഡോക്ടറെയും കുടുംബമായിട്ട് ഞങ്ങളുടെ മധ്യയെ കൊണ്ടുവന്നു. പല കാര്യങ്ങളിൽ നിന്ന് പഠിപ്പിക്കാൻ അവർക്ക് സഹായിച്ച് വലിയ കൃപയ്ക്കായിരുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ കുറിച്ച്, മനുഷ്യന്റെ മാനസിക തലങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേദാസനെ ശക്തമായിട്ട് ഉപയോഗിച്ചിരുന്നതിനായി സ്തോത്രം ചെയ്യും. തന്റെ പ്രാക്ടീസ്, തന്റെ ശുശ്രൂഷ എല്ലാം അനേകം അനുഗ്രഹപ്രദമായി തീരുമാനം ഇവിടെ കടന്നു വന്ന എല്ലാ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളും ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ പഠന ക്ലാസ് ഞങ്ങൾക്ക് എല്ലാം അനുഗ്രഹപ്രദമാക്കി തീർന്നതിനായി ഞങ്ങളെല്ലാം അനുഗ്രഹിക്കാട്ടെ. യേശു നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതിനായി പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗം കൂട്ടായ്മയും കാണുന്നു. നമ്മളെല്ലാവരും എല്ലാ പ്രാർത്ഥന വിശേഷ കർത്തദാസോട് വർത്തം ശുശ്രൂഷു കർത്താവിന്റെ വീണ്ടും വരവിൽ നീക്കമുണ്ടാകുമാണ്. പ്പെട്ട ദൈവവിചാരങ്ങൾ മഹത്വം കർത്താവായ യേശുവേ